സോ ലെറ്റ് സ്റ്റാർട്ട്. ബാക്കിയുള്ളൊരു ജോയിൻ ചെയ്തോളൂ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആക്ച്വലി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഓർ ബിസിനസ് ഫിനാൻസ്. കുറച്ച് ബേസിക് കൺസെപ്റ്റ്സ് ആണ്. ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ആണ്. സോ ഇതിന് കുറച്ച് ബേസിക് ഓവർവ്യൂ നമുക്ക് തരാനുണ്ട്. അത് ഞാൻ പിന്നീട് വരുന്ന ഒരു ലെക്ചർ തന്നോളാം. ലൈക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ബേസിക് എയിം, ലൈക്ക് പ്രോഫിറ്റ് മാക്സിമൈസേഷനും വെൽത്ത് മാക്സിമൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ്, ഇതൊക്കെ നമുക്ക് പിന്നീട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ സെഷനിൽ ഞാൻ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത് നമ്മളുടെ എക്സാമുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ഓർ യു ക്യാൻ സേ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ? ഇതെന്തുകൊണ്ടാണ് റെലവൻ്റ് ആവുന്നത്? ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഏതൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ നമുക്ക് ഇന്നത്തെ ലെക്ചറിൽ നടത്തേണ്ടതുണ്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായി ലെറ്റ് മീ ടെൽ യു, ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ്: ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ്റെ ബേസിക് അവയർനെസ് വേണം. ദെൻ വാട്ട് ഈസ് ക്യാഷ് ഫ്ലോ എസ്റ്റിമേഷൻ, ദെൻ മെത്തേഡ്സ് ഓഫ് പ്രോജക്റ്റ് ഇവാലുവേഷൻ, ട്രഡീഷണൽ ആൻഡ് മോഡേൺ മെത്തേഡ്സിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. ടൈം വാല്യൂ ഓഫ് മണി കൺസെപ്റ്റ് ആൻഡ് ഇൻകോർപ്പറേഷൻ ഓഫ് റിസ്ക് ഇൻ പ്രോജക്റ്റ് ഇവാലുവേഷൻ. അവിടെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസ്കിനെ പറ്റിയായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത 1 hour and 30 minutes നമ്മൾ ഈ ടോപ്പിക്സ് എല്ലാം ഡിസ്കസ്. എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്? ലെറ്റ് മീ സ്റ്റാർട്ട് ഫ്രം ദെയർ. ബിക്കോസ് നമ്മളെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലേക്ക് വരുമ്പോൾ 3 ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ആണ് നമ്മൾ കൈകാര്യം ചെയ്തത്. ഒന്നാമതായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ദെൻ രണ്ടാമതായിട്ട് ഫിനാൻസിങ് ഡിസിഷൻ, ആൻഡ് മൂന്നാമതായിട്ട് യു ക്യാൻ സേ ഡിവിഡൻഡ് ഡിസിഷൻ. സോ വാട്ട് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ? സോ ലെറ്റ് മീ ടെൽ യു, ഇൻവെസ്റ്റ്മെൻറ്റിനെ നമുക്ക് പല പെർസ്പെക്റ്റീവിൽ കാണാം. അതിൽ ഇക്കണോമിക് സെൻസിൽ നമ്മൾ പറയുകയാണെങ്കിൽ ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എ പർച്ചേസ് ഓഫ് ഗുഡ്സ് ദാറ്റ് ആർ നോട്ട് കൺസ്യൂംഡ് ടുഡേ ബട്ട് ആർ യൂസ്ഡ് ഇൻ ഫ്യൂച്ചർ ടു ക്രിയേറ്റ് വെൽത്ത്. ഇന്ന് നമ്മൾ ഉപയോഗിക്കാതെ ഫ്യൂച്ചറിലേക്ക് മാറ്റിവെക്കുന്ന രീതിയിലുള്ള എല്ലാ ഗുഡ്സിനെയും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയും. അത് ഇക്കണോമിക് പെർസ്പെക്റ്റീവാണ്. ഇക്കണോമിക് വ്യൂവിൽ പറയുകയാണെങ്കിൽ നമ്മൾ നാളേക്ക് മാറ്റിവെച്ചിരിക്കുന്ന ഗുഡ്സ് ആണ്. സെയിം കൺസെപ്റ്റ് തന്നെ ആക്ച്വലി ഫിനാൻസ് പെർസ്പെക്റ്റീവിലേക്ക് വന്നു കഴിഞ്ഞാൽ, ബിക്കോസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. സോ ഇൻ ഫിനാൻസ് പെർസ്പെക്റ്റീവ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എ മോണിറ്ററി അസെറ്റ് പർച്ചേസ് വിത്ത് ദി ഐഡിയ ദാറ്റ് asset will provide income in the future or later be sold at a higher price for a profit. അതായത് ഇന്ന് നമ്മളൊരു മോണിറ്ററി അസറ്റ് മേടിച്ചതിന് ശേഷം അത് ഫ്യൂച്ചറിൽ ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ വയ്ക്കുന്നു. അതിനുശേഷം ഫ്യൂച്ചറിൽ അതിനെ നമ്മൾ ഒരു ഹയർ പ്രൈസിന് വിൽക്കുന്നു. ഈ ഒരു കൺസെപ്റ്റാണ് ഫിനാൻസ് പ്രകാരം ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ഇൻ ഫിനാൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഓൾ അബൌട്ട് എ മോണിറ്ററി അസറ്റ്. അവിടെ നമ്മൾ ഫിനാൻസിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ വ്യൂ ചെയ്യുന്ന പെർസ്പെക്റ്റീവ് തന്നെ ഒരു മോണിറ്ററി അസറ്റ് ആയിട്ടാണ്. ഇത് നമ്മൾ പർച്ചേസ് ചെയ്തതിൻ്റെ ബേസിക് എയിം എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ നമുക്ക് ഇൻകം വേണം. അത് ആക്ച്വലി നമ്മൾക്ക് ഇൻകം പ്രൊവൈഡ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് നമ്മളിത് കൈവശം വയ്ക്കുന്നു ഈ അസറ്റ്. അതിനുശേഷം അവിടെ ഫ്യൂച്ചർ ഡേറ്റ് അതിൻ്റെ വാല്യൂ കൂടി നിൽക്കുമ്പോൾ നമ്മളതിന് സെല്ല് ചെയ്യും. അതുവഴി നമ്മളൊരു പ്രോഫിറ്റ് ഗെയിൻ ചെയ്യും. അതാണ് ഫിനാൻസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൺസെപ്റ്റ് പറയുന്നത്. സോ ലെറ്റ് മീ ടെൽ യു, എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞു. ഇനി വാട്ട് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ്? ബിക്കോസ് നമ്മളിവിടെ കൂടുതലായിട്ട് ചെയ്യാൻ പോകുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ് ആണ്. So investment analysis is defined as the process of evaluating an investment for the profitability and risk. So in financial perspective, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു ക്യാപിറ്റൽ അസറ്റ് മേടിക്കുന്നു. അതിനുശേഷം ഫ്യൂച്ചറിൽ അതിൻ്റെ വാല്യൂ നോക്കി അതിനെ സെല്ല് ചെയ്ത് അതിന് നമുക്ക് വേണ്ട ഒരു വേർത്ത് ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത്, റൈറ്റ്? ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മോണിറ്ററി അസറ്റാണ്. അത് നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്യുന്നത് ഫ്യൂച്ചറിൽ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ള എയിമോട് കൂടിയാണ്. അല്ലെങ്കിൽ നമ്മൾ അതിനെ വിറ്റ് കളയും. ഈ രണ്ട് കാര്യങ്ങളുണ്ട്. ഈ അസറ്റ് കൈവശം വെച്ചുകൊണ്ട് നമ്മൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഇൻകം ജനറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ് നമ്മൾ അതിനെ വിറ്റ് കളഞ്ഞിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യാം. ഇത് രണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് ഭാഗമാണെന്ന് നമ്മൾ പറഞ്ഞു. സോ എന്തായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ്? അതും അതേ കൺസെപ്റ്റിൽ ചിന്തിച്ച് നോക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, അതായത് നമ്മളുടെ മുമ്പിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി എത്രമാത്രമാണ്, റിസ്ക് എത്രമാത്രമാണ്, എത്രമാത്രം ഗുഡ് ഫിറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും, അതായത് ഫ്യൂച്ചറിൽ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്നതിനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ് ഇസ് ഡിഫൈൻഡ് ആസ് ദി പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ പ്രോഫിറ്റബിലിറ്റി ആൻഡ് റിസ്ക്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിവിടെ ചെയ്യുന്നത് ആ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. അതായത് ഇതിന് എത്രമാത്രം പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവും, എത്രമാത്രം റിസ്ക് ആണ് ഇതുമായി അസോസിയേറ്റ് ചെയ്ത് നമുക്ക് വരാൻ ചാൻസ് ഉള്ളത്. അൾട്ടിമേറ്റ്ലി has the purpose of measuring how the investment is good fit for a portfolio. ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് നല്ലൊരു പോർട്ട്ഫോളിയോ ആണോ, അതായത് നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പോർട്ട്ഫോളിയോ ആണോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു അനാലിസിസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതായത്
ഇവിടെ ആക്ച്വലി നമ്മൾ ചെയ്യുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ ഒരു തുക അല്ലെങ്കിൽ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് വേർത്തിയാണോ അല്ലയോ, അതാണ് ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ് വഴി നമ്മൾ കണ്ടെത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ് മി ടെൽ യു, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ നമുക്ക് ബ്രോഡ്ലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. വാട്ട് ഈസ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ? ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ദെൻ ദർ ഇസ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആസ് വെൽ. ഇതിനെ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയും. സോ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ ബ്രോഡ്ലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഓർ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആൻഡ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഓർ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. സോ വാട്ട് ഈസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്? ബിക്കോസ് നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിലായിരിക്കും കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് നമുക്ക് അറിയേണ്ടതും അതാണ്. സോ വാട്ട് ഈസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്? ഇറ്റ്സ് ഓൾ അബൌട്ട് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ദാറ്റ് ആർ ജനറലി കോൾഡ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ്. ഇവിടെ നമ്മൾ തീരുമാനിക്കുന്നത് ഹൗ ടു ഡിസൈഡ് വെദർ യു ഷുഡ് ഇൻവെസ്റ്റ് ഇൻ പ്രോജക്റ്റ് എ ഓർ പ്രോജക്റ്റ് ബി. നമ്മൾ ഇതിനകത്ത് ഏത് ഓപ്പർച്യൂണിറ്റിയിലാണ്, ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ആ ഡിസിഷൻസിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഏത് തരത്തിലുള്ള അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യണം, അത് എന്തുകൊണ്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്, വെദർ വി പർച്ചേസ് അസറ്റ് നമ്പർ 1 or 2, വെദർ വി ഇൻവെസ്റ്റ് ഇൻ പ്രോജക്റ്റ് എ ഓർ ബി എന്നുള്ള കാര്യം നമ്മളിവിടെ ക്രോസ് ചെക്ക് ചെയ്യുകയാണ്. അതിലേതാണ് കൂടുതൽ പ്രോഫിറ്റബിൾ, ഏതാണ് നമുക്ക് ഫ്യൂച്ചറിൽ ഇൻകം കൂടുതലായിട്ട് ജനറേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് നമ്മൾ നടത്തുന്നത്. സോ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഫേംസ് നോർമൽ പ്രോസസ് ഓഫ് അക്യൂറിംഗ് and investment of capital, acquisition and investment of capital. It involves firm's decision to invest in its current funds for addition, disposition, modification and replacement of fixed asset. അതായത് നമ്മൾ എങ്ങനെ ഫണ്ട് നമ്മൾ അക്വയർ ചെയ്യുന്നു, ആ ഫണ്ട് നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇതാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. നോർമലി നമ്മുടെ അസറ്റ് അഡീഷനായിട്ട് അസറ്റ് പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ നിലവിലുള്ള അസറ്റിനെ ഡിസ്പോസ് ചെയ്തിട്ട് മറ്റൊന്ന് കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട ഡിസിഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനുള്ള ഡിസിഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഡിസിഷൻ ആയിരിക്കാം. ഇതെല്ലാം ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഓക്കെ, സോ ഇതുവരെ ആക്ച്വലി നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് ഫിനാൻസ് എന്ന് നമ്മൾ കണ്ടു, അതായത് എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കണ്ടു. അതിനുശേഷം വി വെയർ ഡിസ്കസിങ് അബൌട്ട് ദി ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ അത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഇവിടെ നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഏത് തരത്തിലുള്ള അസറ്റിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അവിടെ നമ്മൾ ആ അസറ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി, അതിൽ നിന്ന് കിട്ടാവുന്ന റിട്ടേൺ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കിയായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിലേക്ക് എത്തുന്നത്. സോ വാട്ട് ഈസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും മാത്രം ഓർക്കുക. ഇറ്റ് ഈസ് ദി ഫേംസ് നോർമൽ പ്രോസസ് ഫോർ അക്വിസിഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എവിടെ നിന്ന് കണ്ടെത്തണം, അത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിൽ വരുന്നത്. ക്യാപിറ്റൽ എവിടെ നിന്ന് കണ്ടെത്തണമെന്ന് തീരുമാനിക്കുന്നത് ഫിനാൻസിങ് ഡിസിഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം ഇവിടെ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അതിനെ അഫക്റ്റ് ചെയ്യുന്ന മേജർ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഫിക്സ്ഡ് അസറ്റാണ്. ഏത് തരത്തിലുള്ള ഫിക്സ്ഡ് അസറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഫിക്സ്ഡ് അസറ്റ് അഡീഷൻ ആഡ് ചെയ്യാനാണോ, ഡിസ്പോസ് ചെയ്യാനാണോ, മോഡിഫൈ ചെയ്യാനാണോ, റീപ്ലേസ് ചെയ്യാനാണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യും. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, സോ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്ന 2 ഏരിയാസാണ്. ഒന്ന് നമുക്ക് പറയാം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സ്ഡ് അസറ്റ്. രണ്ടാമതായിട്ട് അവിടെ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്നത് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വഴി നമുക്ക് കിട്ടുന്നത്. സോ 2 കാര്യങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ വെയർ ടു ഇൻവെസ്റ്റ്, അതാണ് ഈ ഫിക്സ്ഡ് അസറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഏത് ഫിക്സ്ഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഡിസിഷനാണ്. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് നമുക്ക് പറയാം ബെനിഫിറ്റ്സ് ഡിറൈവ്ഡ് ഇൻ ഫ്യൂച്ചർ വിച്ച് സ്പ്രെഡ്സ് ഓവർ നമ്പർ ഓഫ് ഇയേഴ്സ്. ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വഴി നമുക്ക് ഏത് രീതിയിലുള്ള ബെനിഫിറ്റാണ് കിട്ടുന്നത്, ഏത് രീതിയിലാണ് ഇൻകം കിട്ടുന്നത്. നോർമലി ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നതും ഒരു നമ്പർ ഓഫ് ഇയേഴ്സ് എടുത്തുകൊണ്ടായിരിക്കും. അപ്പോൾ ആ ബെനിഫിറ്റിനെ പറ്റിയും നമ്മളിവിടെ ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്. സോ 2 കാര്യങ്ങൾ. ഒന്നാമതായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. രണ്ടാമതായിട്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റ് വഴി നമുക്ക് എങ്ങനെ ഈൽഡ് കിട്ടും, എങ്ങനെയായിരിക്കും ബെനിഫിറ്റ് കിട്ടുന്നത്, അതും നമ്മളിവിടെ ക്രോസ് ചെക്ക് ചെയ്യും. Then, capital budgeting is the planning process used to determine whether organizations' long-term investments such as new machinery, replacement of machinery, new plants, new products and research development projects are worth the funding of cash through firm's capitalization structure. അതായത് നമ്മൾ ക്യാപിറ്റലൈസേഷൻ വഴി കണ്ടെത്തിയ ഈ ഫണ്ട് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ
എന്ന് ഉറപ്പാക്കാനാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് നടത്തുന്നത്. സോ കമ്പനിയുടെ ലോങ് ടേം ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതായത് നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? ലെറ്റ് മീ ടെൽ യു, ഈ ഒരു പ്രോസസ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഫിനാൻസിങ് ഡിസിഷനും ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനും നമുക്ക് മനസ്സിലാക്കാം. ഫിനാൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്ന് ഫണ്ട് കണ്ടെത്തണം എന്നാണ് ഫിനാൻസിങ് ഡിസിഷൻ പറയുന്നത്, അല്ലേ? ലൈക്ക് നമുക്ക് ഇക്വിറ്റി സോഴ്സസ് പ്രിഫർ ചെയ്യണോ, അല്ലെങ്കിൽ നമുക്ക് ഡിബഞ്ചർ ലൈക്ക് ഡെറ്റ് സോഴ്സസ് ആണോ പ്രിഫർ ചെയ്യേണ്ടത്? ഇതൊക്കെ തീരുമാനിക്കുന്നത് ഫിനാൻസിങ് ഡിസിഷനാണ്. ഏത് സോഴ്സിൽ നിന്ന് നമ്മൾ ഫണ്ട് കണ്ടെത്തണമെന്ന്. ഈ കണ്ടെത്തിയിട്ടുള്ള സോഴ്സസ് ഓഫ് ഫണ്ട്സ് ആണ് നമ്മളുടെ ക്യാപിറ്റലൈസേഷൻ അല്ലെങ്കിൽ ക്യാപിറ്റലൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ കണ്ടെത്തിയ ഫണ്ട്സ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പ്രോപ്പറായിട്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ചിലപ്പോൾ ഡെറ്റ് സോഴ്സസ് ഉപയോഗിച്ചായിരിക്കും ഫിനാൻസ് ചെയ്തിരിക്കുന്നത്, അതിന് വേണ്ട റിട്ടേൺ കിട്ടണം. ഇക്വിറ്റി സോഴ്സസ് ആയാലും അവർക്ക് റിട്ടേൺ കിട്ടണം. അത്തരത്തിൽ റിട്ടേൺ നമുക്ക് എൻഷുർ ചെയ്യാൻ സാധിക്കണമെങ്കിൽ പ്രോപ്പർ വേയിലായിരിക്കണം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത്. അതായത് പുതിയ മെഷീനറി പ്രൊക്യൂർ ചെയ്യുകയാണെങ്കിൽ ആ മെഷീനറി നമുക്ക് ഈൽഡ് തരുന്നതായിരിക്കണം. അല്ലെങ്കിൽ നിലവിലുള്ള മെഷീനറിയെ നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നതായിരിക്കണം. പുതിയ പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യുന്നതും ന്യൂ പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്യുന്നതും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിന് വേണ്ടി നമ്മൾ പുതിയ പ്രോജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നതും എന്തും ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും കമ്പനി പ്രോപ്പറായിട്ടാണോ ചെയ്യുന്നത് എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് നമ്മൾ കണ്ടക്ട് ചെയ്തത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. കൺസെപ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ദെൻ വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്? ഈ ഒരു ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാവുന്നത്, ബിക്കോസ് ഇതൊരു ലോങ് ടേം നേച്ചറിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ഇൻക്ലൂഡ് ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലേ? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ്, ഫിക്സഡ് അസറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും നോർമലി ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ദെൻ ഇറ്റ് ഈസ് എ ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ്. നമ്മൾ ഒരു തവണ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്നും ഈസി ആയിട്ട് പിന്മാറാൻ സാധിക്കില്ല. ബിക്കോസ് നമ്മൾ ചിലപ്പോൾ പ്രൊക്യൂർ ചെയ്യുന്നത് കോടികൾ വില മതിക്കുന്ന അസറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്സ് ആണ്, മിഷനറി ആണ്, പ്ലാന്റ് ആണ്. അങ്ങനെയുള്ള ഓരോ കാര്യത്തിനും വേണ്ടി കമ്പനി ഒരു വലിയ തുക ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇതൊരു ലോങ് ടൈം കമ്മിറ്റ്മെൻ്റ് ആണ്. ഒരു വർഷം കൊണ്ട് തിരിച്ചു കിട്ടുന്ന ഒരു രീതിയിലുള്ള കമ്മിറ്റ്മെൻറ്റ് ആയിരിക്കണം എന്നില്ല. ദെൻ എ റിലേറ്റീവ്ലി ഹൈ ഡിഗ്രി ഓഫ് റിസ്ക്. ഫണ്ട് ഹ്യൂജ് ആയതുകൊണ്ടും ഈ കമ്മിറ്റ്മെൻറ്റ് ലോങ് ടൈം ആയതുകൊണ്ടും നമ്മളെ സംബന്ധിച്ച് റിസ്ക്കും ഹൈ ആയിരിക്കും. ദെൻ റിലേറ്റീവ്ലി ലോങ് ടൈം പീരീഡ് ബിറ്റ്വീൻ ഇനീഷ്യൽ ഔട്ട്ലേ ആൻഡ് ആൻറ്റിസിപ്പേറ്റഡ് റിട്ടേൺ. നമ്മളിങ്ങനെ ഒരു പ്ലാന്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്, ലൈക്ക് ഒരു ബിൽഡിംഗ് ആണ് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ ഈ ബിൽഡിംഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ വി മേ ടേക്ക് 1 year, റൈറ്റ്? നോർമലി ഒരു 1 year ഈ ഒരു ബിൽഡിംഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടാവും. അതിനുശേഷം ഇതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം നടന്നതിന് ശേഷം നമുക്ക് ഈ പറയുന്ന ബിൽഡിങ്ങിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ കിട്ടുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് മൊത്തമായിട്ട് തിരിച്ചു കിട്ടുന്നത് ചിലപ്പോൾ ഒരു 6-7 വർഷങ്ങൾ കൊണ്ട് മാത്രമായിരിക്കും, റൈറ്റ്? സോ 6-7 വർഷങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് റിട്ടേൺ കിട്ടുന്ന രീതിയിൽ, അതായത് നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തത് ആ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തുക തന്നെ കിട്ടുന്നത് ഒരു റിലേറ്റീവ്ലി ലോങ് ടൈം പീരീഡിന് ശേഷം മാത്രമായിരിക്കും. അതും ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ മറ്റൊരു ഫീച്ചറാണ്. ദെൻ ദീസ് ഡിസിഷൻസ് ആർ ഇറിവേഴ്സിബിൾ ഇൻ നേച്ചർ. എന്തുകൊണ്ടാണ് ഇറിവേഴ്സിബിൾ ആകുന്നത്? ഒരിക്കൽ നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ, ഒരിക്കൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറുക എന്ന് പറയുന്നത് പോസിബിളേ അല്ല, ഇറിവേഴ്സിബിൾ ആണ്. ഓക്കെ, ദെൻ ലോങ് ടൈം ഇഫക്റ്റ് ഓൺ പ്രോഫിറ്റബിലിറ്റി. ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ചില കേസുകളിൽ പ്രോഫിറ്റബിൾ ആകാം, ചില കേസുകളിൽ നമ്മുടെ പ്രോഫിറ്റ് കുറയ്ക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചല്ല ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മുടെ പ്രോഫിറ്റിനെ അത് സീരിയസ് ആയിട്ട് ബാധിക്കും. സോ ഇറ്റ് ഹാസ് എ ലോങ് ടൈം ഇഫക്റ്റ് ഓൺ അവർ പ്രോഫിറ്റബിലിറ്റി ആസ് വെൽ. സോ ദീസ് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്, അതാണ് അതിൻ്റെ ഫീച്ചേഴ്സ്. ഇവിടെ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്, ബിക്കോസ് ഫിക്സഡ് അസറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മളോട് പറയുന്നത്, ലോങ് ടൈം നേച്ചറിലുള്ളതാണ്. സോ ദീസ് ആർ ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ്. ദെൻ റിലേറ്റീവ്ലി ഹൈ ഡിഗ്രി ഓഫ് റിസ്ക് ഇവിടെ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ റിലേറ്റീവ്ലി ലോങ് ടൈം പീരീഡ് ഉണ്ട് ഇനീഷ്യൽ ഔട്ട്ലേയും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിട്ടേണുമായിട്ട് ഒരു ലോങ് ഡ്യൂറേഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആൻഡ് ദീസ് ഡിസിഷൻസ് ആർ നോർമലി ഇറിവേഴ്സിബിൾ ഇൻ നേച്ചർ. ഒരു തവണ നമ്മൾ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നും പിന്മാറുക എന്ന് പറയുന്നത് ഈസി അല്ല. ആൻഡ് ഫൈനലി അത് നമ്മളുടെ പ്രോഫിറ്റബിലിറ്റിയെ ലോങ് ടൈമിലേക്ക് അഫക്റ്റ് ചെയ്യുന്നതായിരിക്കും ഇത്തരത്തിലുള്ള ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ്. ഓക്കെ, സോ ദീസ് ആർ ദി ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. നൗ ലെറ്റ്സ് സീ ദി പ്രോസസ്. എന്തൊക്കെ കാര്യങ്ങളാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത്? സോ ഫസ്റ്റ് ഓഫ് ഓൾ, നോർമലി ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ ആയിരിക്കും, റൈറ്റ്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസലിൻ്റെ അനാലിസിസ് ആണ്. നമ്മുടെ കയ്യിലൊരു സേ ഫോർ എക്സാമ്പിൾ നമ്മളൊരു 10 crore rupees ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം?
നമ്മളുടെ മുമ്പിൽ ABC അങ്ങനെ പറഞ്ഞ് ഡിഫറെൻറ്റ് പ്രോജക്റ്റ് പ്രപ്പോസൽസ് ഉണ്ടാകാം. ഇതിൽ എവിടെയാണ് നമ്മളിത് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ക്യാപിറ്റൽ ബജറ്റിംഗ് വഴി നമ്മൾ തീരുമാനിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസ്. ഇത് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഡിഫറെൻറ്റ് പ്രപ്പോസൽസ് ഐഡൻറ്റിഫൈ ചെയ്യാം. ലൈക്ക് നമുക്ക് എറണാകുളത്ത് ഒരു പ്ലാന്റ് ഓപ്പൺ ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കാം, അല്ലെങ്കിൽ ചെന്നൈയിൽ ഒരു പ്ലാന്റ് ഓപ്പൺ ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കാം, അല്ലെങ്കിൽ മറ്റൊരു ഏരിയ ഡൽഹിയിൽ ഒരു പ്ലാന്റ് ഓപ്പൺ ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കാം. ദർ ആർ ഡിഫറെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, റൈറ്റ്? ഇതെല്ലാം ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസലാണ്. നമ്മളുടെ മുമ്പിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ ഈ പ്രപ്പോസൽസിനെ ഒരു ബേസിക് ലെവൽ സ്ക്രീനിങ് കണ്ടക്ട് ചെയ്യും. അതായത് ഏതാണ് വയബിൾ ആയിട്ടുള്ളത്, നമ്മളെക്കൊണ്ട് സാധിക്കുന്ന ഏതാണെന്നുള്ളതിന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ബേസിക് ലെവൽ സ്ക്രീനിങ് ആണ് രണ്ടാമത് നമ്മൾ കണ്ടക്ട് ചെയ്യുക. അതിനകത്ത് നമ്മൾ അതിന് വേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ് ചെക്ക് ചെയ്യും, അതിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ബെനിഫിറ്റ് എത്രയാണെന്ന് നോക്കും. അതൊക്കെ ബേസിക് ലെവലിൽ മാത്രം, ഒരു ഇനീഷ്യൽ സ്ക്രീനിങ് മാത്രമായിരിക്കും സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ ചെയ്യുക. ഇനീഷ്യൽ സ്ക്രീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൽ ഗോ ഫോർ ടിപ്പിക്കൽ ഇവാലുവേഷൻ ഓഫ് വേരിയസ് പ്രപ്പോസൽസ്. ഈ ഓരോ പ്രപ്പോസലും അതിൻ്റെ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് കണ്ടക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ വയബിലിറ്റി ചെക്ക് ചെയ്തുകൊണ്ട് ഓരോന്നിനെയും ക്രിട്ടിക്കലായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. അതാണ് തേർഡ് സ്റ്റേജിൽ നടക്കുക. സോ ഇത്തരത്തിലുള്ള ക്രിട്ടിക്കൽ ഇവാലുവേഷൻ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതാണ് നമ്മളുടെ മുമ്പിലുള്ള ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി, ഏതായിരിക്കണം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്, ഏതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഏതാണ് രണ്ടാമത് ചെയ്യേണ്ടത്. ബിക്കോസ് പ്രപ്പോസൽസ് എന്ന് പറയുന്നത് ഒരു വൺ ടൈം ആക്ടിവിറ്റി ആണെന്നില്ല. ഇറ്റ് മേ ബി എ സീരീസ് ഓഫ് ആക്ടിവിറ്റീസ്. ലൈക്ക് ഒരു ഇനീഷ്യൽ ഔട്ട്ലേ വേണം, വീണ്ടും പിന്നീട് അങ്ങനെ പല സ്റ്റേജുകളിലൂടെ നമ്മൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യേണ്ട സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഫിക്സിങ് പ്രയോറിറ്റീസ് ആണ് നമ്മുടെ ഫോർത്ത് സ്റ്റേജ്. ആദ്യം ഏതിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം, സെക്കൻഡ് സ്റ്റേജ് ആകുമ്പോൾ ഏതായിരിക്കണം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, തേർഡ് സ്റ്റേജിൽ ഏതായിരിക്കണം, അങ്ങനെ പ്രയോറിറ്റീസ് ഫിക്സ് ചെയ്യുക. ദെൻ ഇംപ്ലിമെൻറ്റേഷൻ. പ്രയോറിറ്റീസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച ഈ പ്രയോറിറ്റീസ് അനുസരിച്ചുകൊണ്ട് തന്നെ നമ്മൾ ആ പ്രോജക്റ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക മീൻസ് അതിന് വേണ്ട സഫിഷ്യൻറ്റ് ഫണ്ടിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്ത് പ്രോജക്റ്റ് ലൈവ് ആക്കുക. ദെൻ പ്രോജക്റ്റ് ലൈവ് ആയി കഴിഞ്ഞാൽ പെർഫോമൻസ് റിവ്യൂ കണ്ടക്ട് ചെയ്യുക. ഫ്രം ടൈം ടു ടൈം നമ്മൾ വിചാരിച്ചതുപോലെയാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് റിവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇത്രയുമാണ് ക്യാപിറ്റൽ ബജറ്റിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് വരിക. സോ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ, സ്ക്രീനിങ് ഓഫ് പ്രപ്പോസൽ, ഇവാലുവേഷൻ ഓഫ് വേരിയസ് പ്രപ്പോസൽ, ഫിക്സിംഗ് പ്രയോറിറ്റീസ്, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് പെർഫോമൻസ് റിവ്യൂ. ഇസ് ആർ ദി ഡിഫറെൻറ്റ് സ്റ്റേജസ്. സോ ക്യാപിറ്റൽ ബജറ്റിങ്ങിനെ പറ്റി ഒരു ബ്രീഫ് ഐഡിയ ഞാൻ പറഞ്ഞു. അതോടൊപ്പം ക്യാപിറ്റൽ ബജറ്റിങ്ങുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ക്യാപിറ്റൽ ബജറ്റിങ്ങിൻ്റെ പ്രോസസ്സും കണ്ടു. ഇനി കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ക്യാപിറ്റൽ ബജറ്റിങ്ങുമായി ബന്ധപ്പെട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് നോക്കാം. ഒരു MCQ. ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻസ് ആർ ബേസ്ഡ് ഓൺ എന്തുമായി ബന്ധപ്പെട്ടതാണ് ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻസ്? ഇൻക്രിമെൻ്റൽ ക്യാഷ് ഫ്ലോസ്, ഇൻക്രിമെൻ്റൽ പ്രോഫിറ്റ്, ഇൻക്രിമെൻ്റൽ അസറ്റ്സ് ഓർ ഡിക്രിമെൻ്റൽ അസറ്റ്സ്. വാട്ട് യു തിങ്ക്? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഓക്കെ വെരി ഗുഡ്. സോ ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ അങ്ങോട്ടേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് എത്രമാത്രം ക്യാഷ് ഇൻഫ്ലോസ് നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്, അത് നമുക്ക് അഡീഷണൽ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ ക്രോസ് ചെക്ക് ചെയ്യുന്നത്. അതായത് ഇൻക്രിമെൻ്റൽ ക്യാഷ് ഫ്ലോസിനെ പറ്റിയാണ് നമ്മളിവിടെ ആക്ച്വലി പഠിക്കുന്നത്. സോ ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻസ് ആർ ബേസ്ഡ് ഓൺ കമ്പാരിസൺ ഓഫ് പ്രോജക്ട്സ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ എത്രയാണോ ആദ്യം അങ്ങോട്ടേക്ക് ഇൻവെസ്റ്റ് ചെയ്തത്, അത് നമ്മളുടെ ഔട്ട്ലേ ആണ്, പ്രോജക്റ്റ് ഔട്ട്ലേ എന്ന് പറയും. ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലേ ആണ് നമ്മൾ അങ്ങോട്ടേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ടു ദി ഫ്യൂച്ചർ ഇൻക്രിമെൻ്റൽ ക്യാഷ് ഫ്ലോസ്, അതായത് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതിന് ശേഷം നമുക്ക് എത്രയാണോ അഡീഷണലി റിട്ടേൺ കിട്ടുന്നത്. ബിക്കോസ് ആ ഇൻവെസ്റ്റ്മെൻറ്റ് വരെ തിരിച്ചിട്ടിട്ട് കാര്യമില്ല, ആ ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാൾ കൂടുതൽ നമുക്ക് കിട്ടണം. അതിനെയാണ് ഇൻക്രിമെൻ്റൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. സോ ഇൻക്രിമെൻ്റൽ ക്യാഷ് ഫ്ലോ ആണ് നമ്മളിവിടെ ക്രോസ് ചെക്ക് ചെയ്യുന്നത്. സോ അതുവഴി നമുക്ക് വേണ്ട രീതിയിലുള്ള ക്യാഷ് ഇൻഫ്ലോ വരുന്നുണ്ടോ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. സോ ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻസ് ആർ ബേസ്ഡ് ഓൺ കമ്പാരിസൺ ഓഫ് പ്രോജക്ട്സ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലേ ടു ദി ഫ്യൂച്ചർ ഇൻക്രിമെൻ്റൽ ക്യാഷ് ഫ്ലോസ് ഓഫ് ദി പ്രോജക്റ്റ് ആൻഡ് ഇറ്റ്സ് ടെർമിനൽ ക്യാഷ് ഫ്ലോ. എത്രമാത്രം ഫ്യൂച്ചറിൽ നമുക്ക് ക്യാഷ് ഫ്ലോ കിട്ടും, മൊത്തമായിട്ടുള്ള ക്യാഷ് ഫ്ലോ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്. സോ ഇൻക്രിമെൻ്റൽ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ എത്രയാണ് തിരിച്ചു കിട്ടുന്നത്, അത് ഇൻക്രിമെൻ്റൽ ക്യാഷ് ഫ്ലോ ആണ്. ദെൻ അതേപോലെ ടോട്ടൽ ക്യാഷ് ഫ്ലോ എത്രമാത്രമായിരിക്കും എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഇതെല്ലാം ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ്റെ ഭാഗമാണ്. സോ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ക്യാഷ് ഫ്ലോസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ദാറ്റ് വാസ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ.
ഐ വിൽ ഗിവ് യു വൺ മോർ ക്വസ്റ്റ്യൻ. ക്യാപിറ്റൽ ബജറ്റിംഗുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടി. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ക്യാപിറ്റൽ ബജറ്റിംഗ്? ക്യാപിറ്റൽ ബജറ്റിംഗുമായി ബന്ധപ്പെട്ടത് ട്രൂ അല്ലാത്ത എന്താണ്? ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻസ് ഹാവ് ഇൻഫ്ലുവൻസ് ഓൺ ദി ഫ്യൂച്ചർ സ്റ്റെബിലിറ്റി ഓഫ് എൻ ഓർഗനൈസേഷൻ. നമ്മൾ പറഞ്ഞു ലോങ് ടേം കമ്മിറ്റ്മെൻ്റ് ആണ്. ലോങ് ടേം പ്രോഫിറ്റബിലിറ്റി എഫക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കും. സോ ഫ്യൂച്ചർ സ്റ്റെബിലിറ്റിയെ അത് ഡയറക്റ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്യും. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. സെക്കൻഡ് വൺ, ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ ഇൻക്ലൂഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ടു എക്സ്പാൻഡ് ദി ബിസിനസ്. എക്സ്പാൻഷൻ മീൻസ് നമ്മളൊരു പുതിയ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് എക്സ്പാൻഷനാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ന്യൂ പ്ലാൻ അല്ലെങ്കിൽ ഒരു മോഡിഫിക്കേഷൻ നടത്തുക, ഇതൊക്കെ എക്സ്പാൻഷൻ എക്സാമ്പിളാണ്. സോ എക്സ്പാൻഷൻ ക്യാപിറ്റൽ ബജറ്റിങ്ങിൻ്റെ ഭാഗമാണ്. തേർഡ്, ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻസ് ആർ ഓഫ് ആൻ ഇറിവേഴ്സിബിൾ ഇൻ നേച്ചർ. ദാറ്റ് വി സെഡ് റൈറ്റ്. ഒരിക്കൽ നമ്മൾ ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ നടത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറുക എന്ന് പറയുന്നത് ഈസി അല്ല. സോ ആദ്യം പറഞ്ഞ 3 സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണ്. സോ റോങ് ഏതായിരിക്കും? ഫോർത്ത് വൺ ആയിരിക്കും. ഫോർത്ത് വൺ എന്താണ്? സങ്ക് കോസ്റ്റ് ഈസ് എ പാർട്ട് ഓഫ് ക്യാപിറ്റൽ ബജറ്റിംഗ്. സോ വാട്ട് ഈസ് സങ്ക് കോസ്റ്റ്? സങ്ക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നഷ്ടപ്പെട്ട എമൗണ്ട് ആണ്. ഓൾറെഡി നമുക്ക് ഉണ്ടായിരിക്കുന്ന, നമുക്ക് തിരിച്ച് പിടിക്കാൻ സാധിക്കാത്ത കോസ്റ്റിനെയാണ് മുങ്ങിപ്പോയ കോസ്റ്റ് എന്നുള്ള രീതി തന്നെ സങ്ക് കോസ്റ്റ് എന്നുള്ള പറയുന്നത്. സോ അത്തരം സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത് ഈസ് എ പാർട്ട് ഓഫ് ആക്ച്വലി കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ്. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലും കോസ്റ്റ് അക്കൗണ്ടിങ്ങിലും ഒക്കെ നമ്മൾ സങ്ക് കോസ്റ്റ് നോക്കും. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആണ്. അവിടെ നമ്മൾ സങ്ക് കോസ്റ്റിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. ദാറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ ഡിസിഷൻ. ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ്റെ ഭാഗമല്ല. ഓക്കെ, സോ ദി റൈറ്റ് ആൻസർ ഈസ് സങ്ക് കോസ്റ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ക്യാപിറ്റൽ ബജറ്റിംഗ്. ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. ഇനി ക്യാപിറ്റൽ ബജറ്റിങ്ങിനെ പറ്റി നമ്മൾ പറഞ്ഞു. മെത്തേഡ്സ് ഓഫ് ക്യാപിറ്റൽ ബജറ്റിംഗ്. ഈ ഒരു രീതിയിലുള്ള ക്യാപിറ്റൽ ബജറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ദർ ആർ സം ട്രഡീഷണൽ മെത്തേഡ്സ് ആസ് വെൽ ആസ് സം മോഡേൺ മെത്തേഡ്സ്. ട്രഡീഷണൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ബേസിക് തിങ്. അതായത് നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നില്ല. നോൺ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്സ് എന്ന് പറയും. അതിനെയാണ് ട്രഡീഷണൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്. മോഡേൺ മെത്തേഡ്സിനെ നമ്മൾ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്സ് എന്ന് പറയും. അവിടെ നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യും. ഇതാണ് രണ്ട് മെത്തേഡ് തമ്മിലുള്ള ബേസിക് ഡിഫറൻസ്. ഓക്കെ, ട്രഡീഷണൽ മെത്തേഡ്സ് ആണെങ്കിൽ അവിടെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുന്നില്ല, മീൻസ് ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നില്ല. മോഡേൺ മെത്തേഡ്സ് ആണെങ്കിൽ അവിടെ നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യും. അതുകൊണ്ട് അതിനെ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്സ് എന്ന് പറയും. ട്രഡീഷണൽ മെത്തേഡ്സ് വരുന്നത് അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്, പേ ബാക്ക് പീരിയഡ് മെത്തേഡ്. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള ട്രഡീഷണൽ മെത്തേഡ്സ്. മോഡേൺ മെത്തേഡായിട്ട് നമുക്ക് പറയാവുന്നത് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, ദെൻ നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ്സ്. ഓരോ മെത്തേഡും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് പേ ബാക്ക് പീരിയഡ് മെത്തേഡ്. പേ ബാക്ക് പീരിയഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദി പീരിയഡ് ഇൻ വിച്ച് പ്രോജക്റ്റ് വിൽ ജനറേറ്റ് നെസസറി ക്യാഷ് ടു കവർ ഇറ്റ്സ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു 10 crore rupees നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ എത്ര നാൾ കൊണ്ട് നമുക്ക് ആ 10 crore തിരിച്ചു പിടിക്കാം? ആ ടൈം ഡ്യൂറേഷനെയാണ് നമ്മൾ പേ ബാക്ക് പീരിയഡ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ അല്ലേ? എത്രയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ആ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തുക എത്ര നാളുകൾ കൊണ്ട് നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും? ഇതാണ് പേ ബാക്ക് പീരിയഡ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പേ ഔട്ട് ഓർ പേ ഓഫ് മെട്രിക്സ്, പേ ഓഫ് പീരിയഡ് മെട്രിക്സ് എന്ന് പറയും. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ടൈം വാല്യൂ ഓഫ് മണി. ബിക്കോസ് ഇന്നത്തെ എന്താണ് ടൈം വാല്യൂ ഓഫ് മണി? അത് ഞാൻ ചോദിക്കാൻ മറന്നുപോയി. വാട്ട് ഈസ് ടൈം വാല്യൂ? അതെ അതെ അതെ, എക്സാക്ട്ലി. ഇന്ന് നമുക്ക് കിട്ടുന്ന ഈ 100 rupees ആണെങ്കിൽ ഈ 100 rupees വർത്ത് മച്ച് മോർ ദാൻ ദി സെയിം 100 rupees ഇൻ ഫ്യൂച്ചർ. 5 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന 100 രൂപയേക്കാൾ വില കൂടുതലായിരിക്കും ഇന്ന് കിട്ടുന്ന ഈ 100 രൂപയ്ക്ക്. എന്തുകൊണ്ടാണ്? ഇൻഫ്ലേഷൻ പോലുള്ള പല കാരണങ്ങളും അതിന് പല കാര്യങ്ങളും അതിന് കാരണമായിട്ട് പറയാം. ബിക്കോസ് നമ്മളുടെ കറൻസിയുടെ വാല്യൂ കുറയുന്നത് കൊണ്ട് ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് 100 രൂപയ്ക്ക് മേടിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഫ്യൂച്ചറിൽ മേടിക്കാൻ പറ്റുന്നത് ചിലപ്പോൾ 120 രൂപയ്ക്കായിരിക്കും, അല്ലെങ്കിൽ 150 രൂപയ്ക്കായിരിക്കും. അതിനർത്ഥം ഇന്നത്തെ 100 രൂപയുടെ വാല്യൂ ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ കുറയും. അതനുസരിച്ച് ഫ്യൂച്ചറിൽ കിട്ടുന്ന റിട്ടേണിനെ നമ്മൾ ഇന്നത്തെ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്താലേ അതിനെ ഡിസ്കൗണ്ട് ചെയ്തു എന്ന് പറയാൻ പറ്റും. ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടുന്ന റിട്ടേണിനെ
ഇന്നത്തെ വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. സോ ഇത്തരം പേ ബാക്ക് പീരീഡ് മെത്തേഡ് ആയാലും നമ്മൾ മുമ്പ് പറഞ്ഞ വിച്ച് വാസ് ദറ്റ് അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് ആയാലും ഈ രണ്ട് മെത്തേഡിലും നമ്മൾ ഡിസ്കൗണ്ടിങ് ചെയ്യുന്നില്ല. അതായത് ഫ്യൂച്ചറിൽ കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോയെ ഇന്നത്തെ വാല്യൂയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നില്ല. വേറസ് മോഡേൺ മെത്തേഡ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോയെ നമ്മൾ ഇന്നത്തെ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് മെത്തേഡുകൾ തമ്മിലുള്ള ഡിഫറൻസ്. സോ വെൻ കംസ് ടു പേ ബാക്ക് പീരീഡ് മെത്തേഡ്, ഇവിടെ നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നില്ല. ദെൻ ദി സെലക്ഷൻ ഓഫ് പ്രോജക്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് പ്രോജക്റ്റ്. അതായത് ഏറ്റവും കുറച്ച് നാളുകൾ കൊണ്ട് ഏത് പ്രോജക്റ്റിനാണോ റിട്ടേൺ തരാൻ സാധിക്കുക ആ പ്രോജക്റ്റ് ആയിരിക്കും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ലൈക്ക് ഇപ്പോൾ പ്രോജക്റ്റ് എയുടെ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത് 3 വർഷമാണ്. പ്രോജക്റ്റ് ബിയുടെ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത് 5 വർഷമാണ്. അങ്ങനെയാണെങ്കിൽ വിൽ ഗോ ഫോർ പ്രോജക്റ്റ് എ. ഇതാണ് പേ ബാക്ക് പീരീഡ് മെത്തേഡ് പ്രകാരം നമ്മൾ ചെയ്യുക. അതായത് അതിൻ്റെ ഏണിംഗ് കപ്പാസിറ്റി വെച്ചുകൊണ്ട്, ഏണിംഗ് കപ്പാസിറ്റിയാണ് നമുക്ക് റിട്ടേൺ മനസ്സിലാക്കി തരുന്നത്. ആ ഏണിംഗ് കപ്പാസിറ്റി കൂടുതലാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് റിട്ടേൺ കിട്ടും. ഏണിംഗ് കപ്പാസിറ്റി കുറവാണെങ്കിൽ നമുക്ക് സാവധാനം മാത്രമേ, കുറച്ച് വർഷങ്ങൾ കൂടുതൽ ടൈം എടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് റിട്ടേൺ കിട്ടൂ. ഇതാണ് പേ ബാക്ക് പീരീഡ് മെത്തേഡ്. It emphasizes more on annual cash inflows, economic life of the project and original investment. ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളിവിടെ ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്, എത്ര നാൾ ഈ ഒരു പ്രോജക്റ്റ് നിലനിൽക്കും നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്, ആൻഡ് നമ്മളുടെ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. ഈ 3 കാര്യങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പേ ബാക്ക് പീരീഡ് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ് സിമ്പിൾ കാൽക്കുലേഷൻ, ബിക്കോസ് നമുക്ക് കൃത്യമായിട്ട് അറിയാം എത്ര നാളുകൾക്കുള്ളിലാണ് റിട്ടേൺ കിട്ടുന്നത് എന്ന് മാത്രമേ ഇവിടെ ക്രോസ് ചെക്ക് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് ഈസി ടു കാൽക്കുലേറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ it involves simple calculation. Selection or rejection of the project can be made easily. Results obtained are more reliable. ഇവിടെ നമുക്ക് ഞാൻ നേരത്തെ നിങ്ങൾ കാണിച്ചു തന്നതുപോലെ 3 മാസമാണ് 3 വർഷം കൊണ്ടാണ് റിട്ടേൺ കിട്ടുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഇയർ എത്ര നാളുകൾ കൊണ്ട് നമുക്ക് ആ റിട്ടേൺ കംപ്ലീറ്റ് ആയിട്ട് കിട്ടും എന്നുള്ളത് നമ്മുടെ മുമ്പിൽ വ്യക്തമായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് ഇത് സിമ്പിളാണ്. അതേപോലെ ഡിസിഷൻസ് നമുക്ക് പെട്ടെന്ന് സാധിക്കും. 3 ഇയർ 5 ഇയർ ആണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് റിട്ടേൺ കിട്ടുന്ന പേ ബാക്ക് പീരീഡ് കുറവുള്ളതായിരിക്കും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. സോ ഡിസിഷൻസ് പെട്ടെന്ന് എടുക്കാൻ സാധിക്കും ആൻഡ് ഇറ്റ് ഈസ് മോർ റിലയബിൾ എന്നുള്ള കുറേ അഡ്വാൻറ്റേജ് ഇതിനകത്തുണ്ട്. അണ്ടർ ദിസ് മെത്തേഡ് ദി പ്രോജക്ട്സ് ആർ റാങ്ക്ഡ് ഓൺ ദി ബേസിസ് ഓഫ് ലെങ്ത് ഓഫ് പേ ബാക്ക് പീരീഡ്. പേ ബാക്ക് പീരീഡ് കുറഞ്ഞ പ്രോജക്ട്സിന് നമ്മൾ ഫസ്റ്റ് റാങ്ക് കൊടുക്കും, ഏറ്റവും ഹൈ റാങ്ക് കൊടുക്കും. പേ ബാക്ക് പീരീഡ് കൂടുതലാണെങ്കിൽ അതിന് നമ്മൾ ലോവർ റാങ്ക്സ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ ദി ടൈം ടേക്സ് ഫോർ the project to generate money is called money to pay itself. അതാണ് പേ ബാക്ക് പീരീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എത്ര ടൈം കൊണ്ടാണ് നമ്മളുടെ പ്രോജക്റ്റിന് അതിന് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തുക പൂർണ്ണമായിട്ടും തിരിച്ചു തരാൻ സാധിക്കുക. ഇതാണ് പേ ബാക്ക് പീരീഡ്. സോ പേ ബാക്ക് പീരീഡ് ഇസ് ദി നമ്പർ ഓഫ് ഇയേഴ്സ് റിക്വയർഡ് ടു റിക്കവർ ദി ക്യാഷ് ഔട്ട്ഫ്ലോ ഇൻവെസ്റ്റഡ് ഇൻ ദി പ്രോജക്റ്റ്. പ്രോജക്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ക്യാഷ് ഔട്ട്ഫ്ലോ എത്ര ടൈം കൊണ്ട് നമുക്ക് തിരിച്ചു പിടിക്കാം. സോ ദി നമ്പർ ഓഫ് ഇയേഴ്സ് റിക്വയർഡ് ടു റിക്കവർ ദി ക്യാഷ് ഔട്ട്ഫ്ലോ, അതാണ് നമ്മൾ പേ ബാക്ക് പീരീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദി പ്രോജക്റ്റ് വുഡ് ബി അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ ആണ്. എപ്പോഴും അക്സെപ്റ്റ് ചെയ്യുക ഇഫ് ഇറ്റ്സ് പേ ബാക്ക് പീരീഡ് ഈസ് ലെസ് ദാൻ ദി മാക്സിമം ഓർ സ്റ്റാൻഡേർഡ് പേ ബാക്ക് പീരീഡ് സെറ്റ് ബൈ ദി ഇൻഡസ്ട്രി. സോ പേ ബാക്ക് പീരീഡ് കുറവാണെങ്കിൽ, അതാണ് ഉദ്ദേശിക്കുന്നത്. നോർമലി സിറ്റുവേഷനിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും. 5 വർഷത്തിനുള്ളിൽ പേ ബാക്ക് കിട്ടുകയാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി എന്ന് ഇൻഡസ്ട്രി ആയിട്ട് തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ വരുവാണെങ്കിൽ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് 4 വർഷം കൊണ്ട് നമുക്ക് പേ ബാക്ക് പീരീഡ് കിട്ടുവാണെങ്കിൽ, പേ ബാക്ക് പീരീഡ് അറ്റൈൻ ചെയ്യുവാണെങ്കിൽ ദാറ്റ് മീൻസ് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം. ആ ഒരു സ്റ്റാൻഡേർഡ് വിട്ടുപോയി 6 വർഷമായിട്ടുണ്ടെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത്തരത്തിൽ കമ്പനിയായിട്ട് സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ്സ് ഉണ്ടാകും. അല്ലെങ്കിൽ നോർമലി ഇൻഡസ്ട്രീസിൽ കാണുന്ന രീതിയിലുള്ള ഒരു നോർമൽ സ്റ്റാൻഡേർഡ്, ആ നോർമൽ സ്റ്റാൻഡേർഡിന് ഉള്ളിൽ നിൽക്കുവാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക. അതിന് പുറത്താണെങ്കിൽ നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്യും. ഇൻ ടേംസ് ഓഫ് പ്രോജക്റ്റ് റാങ്കിങ്സ് ഇറ്റ് ഗീവ്സ് ഹയസ്റ്റ് റാങ്കിങ് ടു ദി പ്രോജക്റ്റ് വിത്ത് ഷോർട്ടസ്റ്റ് പേ ബാക്ക് പീരീഡ്. പേ ബാക്ക് പീരീഡ് ഏറ്റവും കുറവുള്ള പ്രോജക്റ്റിന് നമ്മൾ ഹയസ്റ്റ് റാങ്കിങ് പ്രൊവൈഡ് ചെയ്യും. അതാണ് പേ ബാക്ക് പീരീഡ്. സോ പേ ബാക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഇതാണ്. പേ ബാക്ക് പീരീഡ് ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. ഇനീഷ്യലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ഫോർ എക്സാമ്പിൾ ഒരു 50,000 റുപ്പീസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ആനുവൽ ക്യാഷ് ഇൻഫ്ലോ 10,000 ആണെങ്കിൽ, ഓരോ വർഷവും നമുക്ക് കിട്ടുന്നത് 10,000 രൂപ റിട്ടേൺ ആണെങ്കിൽ അതിനർത്ഥം 5 വർഷം കൊണ്ട് 50,000 രൂപ നമുക്ക് കിട്ടും. ഇതാണ് പേ ബാക്ക് പീരീഡ്. ഓക്കെ, സോ നമ്മളുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 50,000 ഡിവൈഡഡ് ബൈ ആനുവലി നമുക്ക് കിട്ടുന്ന റിട്ടേൺ, അതിനെയാണ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. സോ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ദാറ്റ് വിൽ ഗീവ് യു പേ ബാക്ക് പീരീഡ്. ഇവിടെ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത് 5 years ആയിരിക്കും. ഓക്കെ,
സോ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് ആഫ്റ്റർ ടാക്സ് ആണ്. പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് ആഫ്റ്റർ ടാക്സ് ആണ് ഇവിടേക്ക് നമ്മൾക്ക് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. സോ ദാറ്റ് ഈസ് ഫോർ കാൽക്കുലേഷൻ. നോർമലി നമ്മളോട് ഡയറക്റ്റ് കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻസ് കാണാറില്ല, എന്നാലും മനസ്സിലാക്കുക. എ പ്രോജക്റ്റ് കോസ്റ്റ് ₹50,000, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണ്. 50,000 ആൻഡ് yields ആൻ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ഓഫ് ₹10,000. കാൽക്കുലേറ്റ് പേ ബാക്ക് പീരീഡ്. സിമ്പിൾ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞതാണ്. നമ്മുടെ പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 50,000 ആണ്. ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് 10,000 ആണ്. സോ 50,000 ഡിവൈഡ് ബൈ 10,000 യുൽ ഗെറ്റ് 5 years. ഇതാണ് പേ ബാക്ക് പീരീഡ്. ദെൻ ഈ ഒരു മെത്തേഡിലേക്ക് വരുമ്പോൾ, പേ ബാക്ക് പീരീഡിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒന്ന് പെട്ടെന്ന് നോക്കാം. അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ദി ഫോർമുല ഈസ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻഡ് ഈസി ടു കാൽക്കുലേറ്റ്, റൈറ്റ്? വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളാണ്. രണ്ടാമതായിട്ട് പേ ബാക്ക് പീരീഡ് ഹെൽപ്സ് ഇൻ പ്രോജക്റ്റ് ഇവാലുവേഷൻ ക്വിക്ക്ലി. നമുക്കിവിടെ ഡിസിഷൻസ് പെട്ടെന്ന് എടുക്കാൻ സാധിക്കും. ബിക്കോസ് 2 പേ ബാക്ക് പീരീഡ് നമ്മുടെ മുമ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ ഇതിന് ഏതാ ബെറ്റർ പ്രോജക്റ്റ് എന്ന്. പേ ബാക്ക് പീരീഡ് കുറവുള്ള പ്രോജക്റ്റിനെ നമ്മൾ ഹയസ്റ്റ് റാങ്ക് ചെയ്യും. മൂന്നാമതായിട്ട് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ദി റിസ്ക് ഓഫ് ലോസസ്. ലോസ് കുറയ്ക്കാൻ നമ്മളെ സഹായിക്കും, റിസ്ക് കുറയ്ക്കാൻ സാധിക്കും. ഇതൊക്കെ പേ ബാക്ക് പീരീഡിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. വേറെ ഡിസഡ്വാൻറ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ടൈം വാല്യൂ ഓഫ് മണി. ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നില്ല. ദിസ് മെത്തേഡ് ഡസൻ കൺസിഡർ ദി ഫാക്ട് ദാറ്റ് $1 ടുഡേ ഈസ് വേ മോർ വാല്യുബിൾ ദാൻ $1 ടുമോറോ. സോ ബേസിക് കൺസെപ്റ്റ് അതാണ്. ഇവിടെ ആക്ച്വലി നമ്മൾ ഇന്നത്തെ കറൻസിയുടെ മൂല്യം നാളത്തെ കറൻസിയേക്കാൾ കൂടുതലാണ് എന്നുള്ള ഫാക്റ്റ് നമ്മളിവിടെ ക്രോസ് ചെക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നില്ല. രണ്ടാമതായിട്ട് ദി മെത്തേഡ് അഡീഷണലി ഡസൻ ടു ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദി ഇൻഫ്ലോ ഓഫ് ക്യാഷ് ആഫ്റ്റർ ദി പേ ബാക്ക് പീരീഡ്. ഇവിടെ നമ്മൾ പേ ബാക്ക് പീരീഡിനെ പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പേ ബാക്ക് പീരീഡിന് ശേഷം കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോയെ പറ്റി ഇവിടെ നമ്മൾ ഒന്നും തന്നെ പറയുന്നില്ല. ലൈക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, 2 പ്രോജക്റ്റ്. ലെറ്റ് മീ ഗിവ് യു വൺ എക്സാമ്പിൾ. നമ്മളുടെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 10 lakh ആണെന്ന് വിചാരിക്കാം. 10 lakh ആണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നത്. 2 പ്രോജക്റ്റുകളുണ്ട്. പ്രോജക്റ്റ് എയും ഉണ്ട്, പ്രോജക്റ്റ് ബിയും ഉണ്ട്. പ്രോജക്റ്റ് എയിൽ ആദ്യത്തെ വർഷം നമുക്ക് കിട്ടുന്നത് 50,000 ആണ്. പ്രോജക്റ്റ് ബിയിൽ ആദ്യത്തെ വർഷം നമുക്ക് കിട്ടുന്നത് 20,000 മാത്രമാണ്. ദെൻ രണ്ടാമത്തെ വർഷമാകുമ്പോൾ എക്ക് വീണ്ടും 50,000 ക്യാഷ് ഇൻഫ്ലോ അഡീഷണൽ ആയിട്ട് വരും. പ്രോജക്റ്റ് ബിക്ക് നമുക്ക് 30,000 മാത്രമേ വരൂ. ദെൻ മൂന്നാമത്തെ വർഷമായപ്പോൾ പ്രോജക്റ്റ് എക്ക് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് നില്ലാണ്. പ്രോജക്റ്റ് ബിക്ക് ക്യാഷ് ഇൻഫ്ലോ 50,000 ആണ്. നാലാമത്തെ വർഷമായപ്പോൾ പ്രോജക്റ്റ് എക്ക് ക്യാഷ് ഇൻഫ്ലോ വീണ്ടും നില്ലാണ്. പ്രോജക്റ്റ് ബിക്ക് ക്യാഷ് ഇൻഫ്ലോ 50,000 ആണ്. ദെൻ അഞ്ചാമത്തെ വർഷമായപ്പോൾ വീണ്ടും പ്രോജക്റ്റ് എക്ക് ക്യാഷ് ഇൻഫ്ലോ ഇല്ല. പ്രോജക്റ്റ് ബിക്ക് വീണ്ടും 50,000 വരുന്നു. സോ വിച്ച് ഈസ് ദി ബെറ്റർ പ്രോജക്റ്റ്? ഇങ്ങനെ നോക്കുമ്പോൾ ഏതാ ബെറ്റർ? പ്രോജക്റ്റ് ബി ആണ്. പ്രോജക്റ്റ് ബി ആണ് നമുക്ക് കൂടുതൽ റിട്ടേൺ തരുന്നത്, റൈറ്റ്? ആണല്ലോ. പക്ഷേ പേ ബാക്ക് പീരീഡ് മെത്തേഡ് പ്രകാരം ഇവിടെ നോക്കി, പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത് 2 വർഷം കൊണ്ട് നിങ്ങളുടെ എയുടെ പേ ബാക്ക് പീരീഡ് അറ്റൈൻ ചെയ്തു. പക്ഷേ ബിയെ സംബന്ധിച്ച് പേ ബാക്ക് പീരീഡ് അറ്റൈൻ ചെയ്യണമെങ്കിൽ എത്ര വർഷം വേണം? 20,000 പ്ലസ് 30,000 50,000 50,000 പ്ലസ് 50,000. അതായത് 3 വർഷം കൊണ്ട് മാത്രമേ ബി പേ ബാക്ക് പീരീഡ് അറ്റൈൻ ചെയ്യൂ. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ഒരു ലിമിറ്റേഷനും. അതായത് പേ ബാക്ക് പീരീഡ് മെത്തേഡ് പറയുമ്പോൾ നമ്മൾ ആ ഇനീഷ്യൽ പേ ബാക്ക് പീരീഡ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. പേ ബാക്ക് പീരീഡിന് ശേഷം വരുന്ന ക്യാഷ് ഇൻഫ്ലോയെ കൺസിഡർ ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ബിക്ക് പേ ബാക്ക് പീരീഡിന് ശേഷം വന്നിരിക്കുന്നത് 1 lakh ആണ്. അതിനെപ്പറ്റി നമ്മളിവിടെ ഒന്നും തന്നെ പറയുന്നില്ല. അതേസമയം പേ ബാക്ക് പീരീഡ് കഴിഞ്ഞതിന് ശേഷം എക്ക് യാതൊരു റിട്ടേണും കിട്ടിയിട്ടില്ല. അതിനെപ്പറ്റി നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്നില്ല. ഇതാണ് ഇവിടുത്തെ ഡിസഡ്വാൻറ്റേജ്. കിട്ടിയോ? Is it clear? Yes, sir. Okay, fine. Yes, sir. Fine. മറ്റൊരു MCQ. Which of the following is true for the project with shorter payback period? ഷോർട്ടർ പേ ബാക്ക് പീരീഡ് ഉള്ള പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നത് ഏതാണ് ട്രൂ? ദി പ്രോജക്റ്റ് വിൽ ഹാവ് മോർ നെറ്റ് പ്രസൻറ്റ് വാല്യൂ. ഓക്കെ, ഇത് നെറ്റ് പ്രസൻറ്റ് വാല്യൂമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് വി വിൽ സി ആഫ്റ്റർ ഡിസ്കസിങ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ. അതായിരിക്കും നല്ലത്. ബിക്കോസ് പേ ബാക്ക് പീരീഡ് കുറവുള്ള
പേ ബാക്ക് പീരീഡ് കുറവുള്ള കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടാണ്. നെറ്റ് പ്രസന്റ് വാല്യൂ ഓപ്ഷൻസ് വന്നുകൊണ്ട് പറഞ്ഞാണ് ദി പ്രോജക്റ്റ് വിൽ ക്യാരി ഗ്രേറ്റ് എമൗണ്ട് ഓഫ് റിസ്ക്, പ്രോജക്റ്റ് വിൽ ക്യാരി ലെസർ എമൗണ്ട് ഓഫ് റിസ്ക്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പേ ബാക്ക് പീരീഡിനെ പറ്റി നെറ്റ് പ്രസന്റ് വാല്യൂവിനെ പറ്റി ഇവിടെ നിങ്ങൾ വറി ചെയ്യേണ്ട കേസില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സിമ്പിൾ ആണ്, ഡയറക്റ്റ് ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ വിത്ത് ഫോർ എ പ്രോജക്റ്റ് വിത്ത് ഷോർട്ടർ പേ ബാക്ക് പീരീഡ്. ഷോർട്ടർ പേ ബാക്ക് പീരീഡ് ആണെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഷോർട്ടർ പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചിലപ്പോൾ 2 വർഷങ്ങൾ കൊണ്ട് കംപ്ലീറ്റ് ആയ റിട്ടേൺ കിട്ടും. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു കിട്ടും. സോ റിസ്ക് വിൽ ബി മിനിമം. നെറ്റ് പ്രസന്റ് വാല്യൂവിനെ പറ്റി അഡീഷണലി പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് വറി ചെയ്യേണ്ട, അതിനെപ്പറ്റി ഇവിടെ പറയേണ്ട കേസില്ല. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് ദി പ്രോജക്റ്റ് ക്യാരീസ് ലെസ്സർ എമൗണ്ട് ഓഫ് റിസ്ക്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ മെത്തേഡിലേക്ക് പോകാം. രണ്ടാമത്തെ മെത്തേഡാണ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. അഗെയിൻ ഇതും ഒരു ട്രഡീഷണൽ മെത്തേഡാണ്. ബിക്കോസ് എന്തുകൊണ്ടാണ് ട്രഡീഷണൽ മെത്തേഡ് ആവുന്നത്? ഇവിടെ നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നില്ല, അതായത് ഡിസ്കൗണ്ട് ചെയ്യാതെയാണ് കാര്യങ്ങൾ പറയുന്നത്. ദിസ് മെത്തേഡ് ഹെൽപ്സ് ടു ഓവർകം ദി ഡിസഡ്വാൻറ്റേജ് ഓഫ് പേ ബാക്ക് പീരീഡ്. പേ ബാക്ക് പീരീഡിൽ നമ്മൾ കണ്ട മെയിൻ ഡിസഡ്വാൻറ്റേജ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ മെത്തേഡ് കൊണ്ട് ഈ മെത്തേഡ് എയിം ചെയ്തിരിക്കുന്ന പ്രധാന ഘടകം. എന്താണ് മെയിൻ ഡിസഡ്വാൻറ്റേജ്? അതായത് എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എക്സാക്ട്ലി റൈറ്റ്. അതിന്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആ രണ്ടാമത്തെ പോയിന്റ് ആണ്. ദിസ് മെത്തേഡ് അഡീഷണലി ഡസ് നോട്ട് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ഇൻഫ്ലോ ഓഫ് ക്യാഷ് ആഫ്റ്റർ പേ ബാക്ക് പീരീഡ്. നമ്മളിവിടെ എക്സാമ്പിൾ എഴുതി കാണിച്ച കാര്യം, പേ ബാക്ക് പീരീഡിന് ശേഷം വരുന്ന ക്യാഷ് ഇൻഫ്ലോയെ പറ്റി ഇവിടെ ചിന്തിക്കുന്നില്ല. ആ ഒരു ലിമിറ്റേഷൻ ഒഴിവാക്കിക്കൊണ്ടാണ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് വരുന്നത്. ഇവിടെ ആക്ച്വലി ദി റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ഏർണിങ്സ് ഓഫ് ദി ഇൻവെസ്റ്റ്മെന്റ് ഇൻ എ പെർട്ടിക്കുലർ പ്രൊജക്റ്റ്. ഇവിടെ ടോട്ടൽ ഏർണിങ്സ് ആണ്. പേ ബാക്ക് പീരീഡിന് അകത്ത് വരുന്ന ഏർണിങ്സ് മാത്രമല്ല, ഒരു പ്രൊജക്റ്റിനകത്ത് ടോട്ടൽ ഏർണിങ്സ് എത്രയാണെന്ന് നോക്കുന്നു. അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ എടുക്കുന്നത്. സോ ഇറ്റ് വർക്ക്സ് ഓൺ ദി ക്രൈറ്റീരിയ ദാറ്റ് എനി പ്രൊജക്റ്റ് ഹാവിംഗ് ARR ഹയർ ദാൻ ദി മിനിമം റേറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി മാനേജ്മെന്റ് വിൽ ബി കൺസിഡേർഡ് ആൻഡ് ദോസ് ബിലോ ദി പ്രീഡിറ്റർമിൻഡ് റേറ്റ് വിൽ ബി റിജക്റ്റഡ്. അതായത് ഇവിടെയും വരുന്ന കണ്ടീഷൻ അതാണ്, നേരത്തെ പറഞ്ഞ സെയിം കണ്ടീഷൻ. അതായത് ഇവിടെ ആക്ച്വലി റാങ്കിങ് അല്ല, ഒന്നിനെ റാങ്ക് ചെയ്ത് ഒന്നിനേക്കാൾ ബെറ്റർ ആണെന്ന് നമ്മൾ പറയുകയല്ല ചെയ്യുന്നത്. ഇവിടെ ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണെന്ന് നോക്കുന്നു. ടോട്ടൽ റിട്ടേൺ കമ്പ്യൂട്ട് ചെയ്തിട്ടാണ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഈ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ഹയസ്റ്റ് ആയിട്ട് വരുന്ന ഏതാണ്, അതായിരിക്കും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. സോ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ഹയർ ദാൻ ദി മിനിമം റേറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി മാനേജ്മെന്റ് വിൽ ബി കൺസിഡേർഡ്. നമ്മൾ മാനേജ്മെന്റ് ആയിട്ട് ഫിക്സ് ചെയ്യുന്ന ഒരു മിനിമം റേറ്റ്, അതിനേക്കാൾ കൂടുതൽ റിട്ടേൺ കിട്ടുന്ന പ്രോജക്റ്റ് ഏതാണോ അതായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് മെത്തേഡ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദി എൻറ്റയർ ഇക്കണോമിക് ലൈഫ് ഓഫ് ദി പ്രോജക്റ്റ്. ഇതാണ് മറ്റേ മെത്തേഡുമായിട്ട് പേ ബാക്ക് പീരീഡ് മെത്തേഡുമായിട്ടുള്ള ഡിഫറൻസ്. പേ ബാക്ക് പീരീഡ് മെത്തേഡിൽ പേ ബാക്ക് പീരീഡ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. എന്നാൽ ഇവിടെ വരുമ്പോൾ എൻറ്റയർ ഇക്കണോമിക് ലൈഫ് കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര നാളാണ് നമുക്ക് റിട്ടേൺ തരുന്നത്, ആ ടൈം ഡ്യൂറേഷൻ മൊത്തം എടുത്തിട്ട് ആ റിട്ടേൺ മൊത്തം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് ആണ് നമ്മളിവിടെ എടുക്കുക, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡിൽ. ഓക്കെ, ദിസ് മെത്തേഡ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദി എൻറ്റയർ ഇക്കണോമിക് ലൈഫ് ഓഫ് ദി പ്രോജക്റ്റ് പ്രൊവൈഡിങ് എ ബെറ്റർ മീൻസ് ഓഫ് കമ്പാരിസൺ. അത്തരത്തിലൊരു ആവറേജ് കിട്ടുമ്പോൾ നമുക്ക് എല്ലാത്തിനെയും പരസ്പരം കമ്പയർ ചെയ്യാൻ സാധിക്കും. It ensures compensation of expected profitability of projects through the concept of net earning. അതായത് ടോട്ടൽ ഏണിംഗ് നമ്മളിവിടെ എടുക്കുന്നു, ആ ടോട്ടൽ ഏണിങ്ങിൻ്റെ ആവറേജ് എടുക്കുന്നു. ആ ആവറേജ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വരുന്ന പ്രോജക്റ്റ് ഏതാണോ അതായിരിക്കും നമ്മൾ ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നത്. ആ ആവറേജ് കുറവാണെങ്കിൽ നമ്മളതിനെ റിജക്റ്റ് ചെയ്യും. However, this method also ignores time value of money and doesn't consider the length of life of the project. ഇവിടെ ലൈഫിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ആവറേജ് എടുക്കുന്നത്. ആവറേജ് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, നമ്മളുടെ ടോട്ടൽ ഏണിംഗ് എടുക്കുന്നു. ഇപ്പോൾ 5 yearsൽ ടോട്ടൽ ഏണിംഗ് വരുന്നത് 20,000 ആണെന്ന് വിചാരിക്കാം. അതായത് ഒന്നാമത്തെ വർഷം രണ്ടാമത്തെ വർഷം കിട്ടിയ എല്ലാ ഏണിങ്സ് കൂട്ടിയിട്ട് 5 വർഷം നമ്മളുടെ ടോട്ടൽ ഏണിംഗ് എന്ന് പറയുന്നത് 20,000 ആണ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് എത്രയായിരിക്കും? 20,000 ഡിവൈഡ് ബൈ 5, ദാറ്റ് വിൽ ബി എത്രയാണ്? 4,000 വരും. ഇത്തരത്തിൽ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ കമ്പ്യൂട്ട് ചെയ്യുന്നു ഓരോ പ്രോജക്റ്റിലും. എന്നിട്ട് അതിൻ്റെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഏതാണെന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അവിടെയുമുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഓരോ കമ്പയർ ചെയ്യുന്ന മീൻസ് ആവറേജ് മാത്രമാണ്.
ഇവിടെ എത്ര നാളത് യൂസ് ചെയ്തു എന്നുള്ളത് നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നില്ല. യൂസ് ചെയ്യുന്നത് ചിലത് കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രപ്പോസൽസ് ഉണ്ടാകാം. ലൈക്ക് ഇത് 5 ഇയർ ആണ്, മറ്റൊരു പ്രപ്പോസൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയത് 6 ഇയർ ആണ്, 4 ഇയർ ആണ്. ആ ഒരു ടൈം ഡ്യൂറേഷൻ കാരണം ഉണ്ടായ ഡിഫറൻസ് നമ്മളിവിടെ ക്രോസ് ചെക്ക് ചെയ്യുന്നില്ല. ഡിഡ് യു ഗോട്ട് ഇറ്റ്? ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഞാൻ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ പ്രോജക്റ്റ് എ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് 5 വർഷമാണ് അതിൻ്റെ ഡ്യൂറേഷൻ, ലൈഫ്. ആ 5 വർഷം കൊണ്ട് അത് നമുക്ക് തരുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20,000 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 4,000 ആണ്. ഒരു വർഷം നമുക്ക് 4,000 കിട്ടും. മറ്റൊരു പ്രോജക്റ്റ് ബി, ഇതിന് ആക്ച്വലി ലൈഫ് എന്ന് പറയുന്നത് 4 ഇയേഴ്സേ ഉള്ളൂ, 4 വർഷമേ ഉള്ളൂ. പക്ഷേ ഈ പ്രോജക്റ്റ് നമുക്ക് റിട്ടേൺ തരുന്നത് 16,000 ആണെന്ന് വിചാരിക്കാം. 16,000 ആണ് നമുക്ക് റിട്ടേൺ തരിക. ദെൻ കമ്പയർ ചെയ്യുക, ഇവിടുത്തെ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ്? 16,000 ഡിവൈഡ് ബൈ 4, യു വിൽ ഗെറ്റ് 4,000 അഗെയിൻ. ഏതാ നല്ല പ്രോജക്റ്റ്? നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ആക്ച്വലി ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുമ്പോൾ രണ്ടിലും ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ഓക്കെയാണ്, ഒരേപോലെയാണ്. അവിടെ നമ്മൾ അതിൻ്റെ ലൈഫ് കൺസിഡർ ചെയ്തിട്ടുണ്ടോ ആക്ച്വലി? ബിക്കോസ് 5 വർഷം ഉപയോഗിക്കാമെങ്കിൽ അതാണ് ബെറ്റർ. പക്ഷെ നമ്മളിവിടെ നോക്കിയിരിക്കുന്ന ആവറേജ് എടുക്കുമ്പോൾ സംഭവിക്കുന്നത് 4 വർഷം മാത്രം ലൈഫ് ഉള്ളതിനും 5 വർഷം മാത്രം ലൈഫ് ഉള്ളതിനും ഒരേ ആവറേജാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഏത് പ്രപ്പോസലാണ് നല്ലതെന്നുള്ളത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ദാറ്റ് വിൽ ബി എ ഡിഫിക്കൽറ്റി. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഡസൻ ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദി ലെങ്ത് ഓഫ് ലൈഫ് ഓഫ് പ്രൊജക്റ്റ്. എത്ര നാളിതുണ്ടാവും, എത്ര നാളിത് നിലനിൽക്കും എന്നുള്ളത് ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അതാണ് ഇതിൻ്റെ ലിമിറ്റേഷൻ. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയോ? ഓക്കെ, ഫൈൻ. സോ അതാണ്. ദെൻ ഓൾസോ it is not consistent with the firm's objective of maximizing market value of shares. അതായത് ഫേമിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്താണ്? ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലേക്ക് വരുമ്പോൾ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതല്ല. ഇവിടെ ആക്ച്വലി നമ്മൾ റിട്ടേൺ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. റിട്ടേൺ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഫിറ്റിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ, ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തിനെ പറ്റി പറയുന്നില്ല. അതുകൊണ്ട് ഫേമിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള മാക്സിമൈസിങ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർ, മാർക്കറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനെപ്പറ്റി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും പ്രോഫിറ്റിനെ പറ്റി മാത്രമാണ്. അതും ഒരു ലിമിറ്റേഷനാണ്. ബിക്കോസ് യു നീഡ് ടു നോ ദാറ്റ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലേക്ക് വരുമ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ 2 ബേസിക് ഒബ്ജക്റ്റീവ്സ് ആണ്. ഒന്ന് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, 2 വെൽത്ത് മാക്സിമൈസേഷൻ. അതിൽ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് വെൽത്ത് മാക്സിമൈസേഷൻ ആണ്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ല. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ട്രഡീഷണൽ കമ്പനീസിൻ്റെ ഗോളായിരുന്നു. പഴയ കമ്പനികളും പഴയ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും ഫോളോ ചെയ്യുന്നത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ബേസിക് എയിം എന്ന് പറയുന്നത് വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. വെൽത്ത് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് ആണ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് എന്ന് പറയുന്നത് അവരുടെ ഷെയർ ക്യാപിറ്റലിൻ്റെ മാർക്കറ്റ് വാല്യൂ ആണ്. സോ മാർക്കറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റ് വരണമെങ്കിൽ പ്രോഫിറ്റ് മാത്രം പോരാ. കമ്പനിയുടെ റെപ്യൂട്ടേഷൻ അതിനകത്തൊരു ബേസിക് ഫാക്ടറാണ്. ഗുഡ് വിൽ ഒരു ബേസിക് ഫാക്ടറാണ്. അതേപോലെ കമ്പനിയുടെ ക്യാപിറ്റലൈസേഷൻ ഒരു ഫാക്ടറാണ്. അങ്ങനെ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡിൽ നമ്മളിവിടെ ചിന്തിക്കുന്നത് പ്രോഫിറ്റിനെ പറ്റിയാണ്. ആൻഡ് ഇൻഫാക്റ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഇന്നത്തെ ബേസിക് എയിം അല്ല. കമ്പനിയുടെ ബേസിക് എയിം എന്ന് പറയുന്നത് വെൽത്താണ്. ഓക്കെ, അതും ഒരു ലിമിറ്റേഷനായിട്ട് നമുക്ക് പറയാം. സോ ഇത്രയുമാണ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡിൽ ഓർത്തിരിക്കേണ്ടത്. ദെൻ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ആവറേജ് ഇൻകം ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ആവറേജ് ഇൻകം ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. സോ പ്രോബ്ലംസ് ഒന്നും ചെയ്യാനുള്ള ഫോർമുല ഓർത്തേക്കുക. ദെൻ അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു കാൽക്കുലേറ്റ്. ആസ് വി സെഡ് പ്രീവിയസ് മെത്തേഡ് പോലെ തന്നെ കാൽക്കുലേഷൻ ഈസിയാണ്. ബിക്കോസ് ടൈം വാല്യൂ ഇല്ല. ടൈം വാല്യൂ ഇല്ലാത്തതുകൊണ്ട് കമ്പ്യൂട്ടേഷൻ കുറച്ച് ഈസിയർ ആയിരിക്കും. ദെൻ ഇൻഫർമേഷൻ can easily be drawn from accounting records as this method is based on accounting profits, concept of profit. ഇവിടെ പ്രോഫിറ്റ് ആണ്
ബുക്സിലുള്ള പ്രോഫിറ്റാണ്. ബുക്സ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് റെക്കോർഡിലുള്ള പ്രോഫിറ്റിനെയാണ് ചിന്തിക്കുന്നത്. ആ പ്രോഫിറ്റിനെ വെച്ച് കാൽക്കുലേഷൻ ആയതുകൊണ്ട് വെൽത്തിനെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഡേറ്റ പെട്ടെന്ന് കിട്ടും. ഡേറ്റ പെട്ടെന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട്സിൽ നോക്കിയാൽ മതി. അക്കൗണ്ട്സിൽ പ്രോഫിറ്റ് കാണാം. ആ പ്രോഫിറ്റിനെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ആയി. ദെൻ മൂന്നാമത്തെ അഡ്വാൻറ്റേജ്, ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ഓൾ പ്രോഫിറ്റ് ഓഫ് ദി പ്രോജക്ട്സ് ലൈഫ് പീരീഡ്. പ്രോജക്റ്റിൻ്റെ മൊത്തം പ്രോഫിറ്റ് ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ലൈഫ് ഡ്യൂറേഷനിലുള്ള മൊത്തം പ്രോഫിറ്റും കൺസിഡർ ചെയ്യുന്നുണ്ട്. പേ ബാക്ക് പീരീഡ് മെത്തേഡിൽ പേ ബാക്ക് പീരീഡിനകത്ത് കിട്ടുന്ന പ്രോഫിറ്റ് മാത്രമേ കൺസിഡർ ചെയ്തിരുന്നുള്ളൂ. ഓക്കെ, സോ ദീസ് ആർ ദി അഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇറ്റ് യൂസസ് അക്കൗണ്ടിങ് പ്രോഫിറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ആക്ച്വൽ ക്യാഷ് ഇൻഫ്ലോസ്. ടാക്സസ് കഴിഞ്ഞിട്ടുള്ള ആക്ച്വൽ ക്യാഷ് ഇൻഫ്ലോ അല്ല ഇവിടെ എടുക്കുന്നത്, അക്കൗണ്ടിങ് ബുക്സിനകത്ത് വരുന്ന പ്രോഫിറ്റ് മാത്രമാണ്. ഫസ്റ്റ് ലിമിറ്റേഷൻ. രണ്ടാമതായിട്ട്, ഇറ്റ് ഇഗ്നോർസ് ദി കൺസെപ്റ്റ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി. മൂന്നാമതായിട്ട്, ഇറ്റ് ഡസൻറ്റ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദി സൈസ് ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർഡ് ഫോർ ഈച്ച് പ്രോജക്റ്റ്. ബിക്കോസ് എത്രമാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് വേണം എന്നുള്ളൊരു ഡിഫറൻഷിയേഷൻ ഇവിടെ ഇല്ല. ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ടായാലും, I'll give you another example. നമ്മളിപ്പോൾ ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബിക്കോസ് നമ്മളിവിടെ ഒരു എക്സാമ്പിൾ ആലോചിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. എനിവേ, ഐ വിൽ ടെൽ യു. നമ്മളിപ്പോൾ മുമ്പ് കണ്ടത് റിട്ടേൺസ് മാത്രമാണ്. എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഇവിടെ ആക്ച്വലി പറയുന്നില്ല. അതാണ് ഇതിൻ്റെ മറ്റൊരു ലിമിറ്റേഷൻ. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കമ്പാരിസൺ അല്ല നടത്തുന്നത്, ആ റിട്ടേൺ, ഇൻവെസ്റ്റ്മെൻറ്റ് വഴി എത്ര റിട്ടേൺ കിട്ടുന്നു എന്നുള്ള കമ്പാരിസൺ മാത്രമേ നടത്തുന്നുള്ളൂ. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ കണ്ട ഈ എക്സാമ്പിളിൽ ഇവിടെ നോക്കിയാൽ നിങ്ങൾ 5 ഇയേഴ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ 20,000 ആണെന്ന് പറഞ്ഞു. 5 ഇയേഴ്സിലേക്ക് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. ലൈക്ക് ചിലപ്പോൾ ഈ പറയുന്ന 5 ഇയേഴ്സിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 1 lakh ആയിരിക്കും. ആ 1 lakhൽ നിന്നാണ് 20,000 റിട്ടേൺ കിട്ടിയത്. അതേസമയം 4 വർഷത്തേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ 16,000 കിട്ടി. ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് 2 lakh ആണെന്ന് വിചാരിക്കാം. ഏതാ ഇപ്പോൾ ബെറ്റർ പ്രോജക്റ്റ്? സോ ഇത്തരത്തിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ് എന്നുള്ളത് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേണിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതിൽ നിന്ന് വന്നിരിക്കുന്ന റിട്ടേൺ മാത്രമേ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതും ഒരു ലിമിറ്റേഷനാണ്. അടുത്തത്, ഇറ്റ് ഈസ് ഇൻകമ്പാറ്റബിൾ വിത്ത് ദി ഒബ്ജക്റ്റീവ് ഓഫ് വെൽത്ത് മാക്സിമൈസേഷൻ. ആസ് വി ഓൾറെഡി സെഡ്, വെൽത്ത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവിനെ പറ്റി ഇവിടെ പറയുന്നേ ഇല്ല, അതിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇറ്റ് യൂസസ് ഓർബിറ്ററി കട്ട് ഓഫ് ആസ് എ യാർഡ് സ്റ്റിക്ക് ഓർ സ്റ്റാൻഡേർഡ് ഫോർ ആക്സെപ്റ്റൻസ് ആർ റിജക്ഷൻ റൂൾ. എന്താണ് കട്ട് ഓഫ് റേറ്റ്? അത് നമ്മളായിട്ട് ഡിസൈഡ് ചെയ്യുന്നു പറഞ്ഞത്. കമ്പനിയായിട്ട് തീരുമാനിക്കുന്ന ഒരു കട്ട് ഓഫ്, അതായത് കമ്പനിയായിട്ട് തീരുമാനിക്കുന്ന ഒരു പെർസെൻറ്റേജിൽ കൂടുതൽ റിട്ടേൺ ഉണ്ടെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യും. ആ കമ്പനി തീരുമാനിച്ച പെർസെൻറ്റേജ് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് തീരുമാനിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഓർബിറ്ററി ഡിസിഷനാണ്. കമ്പനി തീരുമാനിച്ച കമ്പനിക്ക് തോന്നിയ ഒരു 4% ആണോ നല്ലത്, അങ്ങനെ മാത്രമാണ്, ഒരു സയൻറ്റിഫിക്കൽ ഡിസിഷൻ അല്ല. അതും ഇതിൻ്റെ ലിമിറ്റേഷനാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ARR. എനി ഡൗട്ട്സ്? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? കം അഗൈൻ, കിട്ടിയില്ല, ഒന്നുകൂടെ പറയാമോ? ആക്ച്വലി ഇവിടെ നമ്മളൊരു പ്രോജക്റ്റിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, റിജക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. നമ്മൾ ഈ പ്രോജക്റ്റിൻ്റെ റിട്ടേൺ ഇത്ര ശതമാനത്തിൽ കൂടുതലാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ ശതമാനം ആരാണ് തീരുമാനിക്കുന്നത്? അത് തീരുമാനിക്കുന്ന കമ്പനിയാണ്. കമ്പനി എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് തീരുമാനിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പനി അവർക്ക് തോന്നി ഇതാണ് സ്റ്റാൻഡേർഡ്, അല്ലാതെ സയൻറ്റിഫിക്കലി ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇത്രയാണ് റിട്ടേൺ കിട്ടേണ്ടത് എന്ന് അവരൊരിടത്തും പറയുന്നില്ല. ഒരു സ്റ്റാൻഡേർഡ് കമ്പനിയായിട്ട് സെറ്റ് ചെയ്യുന്നു. കമ്പനി സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് അവർ ആ റിജക്ഷൻ ഓർ അക്സെപ്റ്റൻസ് തീരുമാനിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ സ്റ്റാൻഡേർഡ് പ്രോപ്പർ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഓക്കെ, അതാണ് ഫൈനൽ ലിമിറ്റേഷൻ. ഇറ്റ് യൂസസ് ഓർബിറ്ററി കട്ട് ഓഫ്. മീൻസ് കമ്പനി ഡിസൈഡ് ചെയ്ത തനിയെ അവർക്ക് തോന്നിയ ടൈമിൽ തോന്നിയ ഒരു ഡിസിഷൻ, ആ ഡിസിഷൻ ശരിയാവണമെന്നില്ല. അവർ ആ ഒരു ഡിസിഷൻ വെച്ചിട്ട് ഓർബിറ്ററി കട്ട് ഓഫ് റേറ്റ് വെച്ചു. 5% കൂടുതൽ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക. ആ 5% എവിടുന്ന് തോന്നും? അത് കമ്പനിയായിട്ട് ജസ്റ്റ് തീരുമാനിച്ചതാണ്. അത്തരത്തിൽ റാൻഡംലി ക്രിയേറ്റ് ചെയ്ത ഡിസിഷൻ ആയതുകൊണ്ട് അതിൻ്റെ അക്സെപ്റ്റൻസ് ആൻഡ് റിജക്ഷൻ റൂൾ പ്രോപ്പർ ആകണമെന്നില്ല. ഓക്കെ, ഇപ്പോൾ കിട്ടിയോ? ഓക്കെ, ഫൈൻ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്സ്. ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ആക്ച്വലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ദി ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക് കാൽക്കുലേറ്റ്സ് ദി ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ത്രൂ ദി ലൈഫ് ഓഫ് എൻ അസെറ്റ്. ആ അസറ്റിൻ്റെ എൻറ്റയർ ലൈഫിൽ എത്രമാത്രം ക്യാഷ് ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും വരുന്നുണ്ട് എന്നുള്ളത് നമ്മളിവിടെ ക്രോസ് ചെക്ക് ചെയ്യും. ദീസ് ഫാക്ടേഴ്സ് ആർ ദെൻ ഡിസ്കൗണ്ടഡ് ത്രൂ എ ഡിസ്കൗണ്ടിങ് ഫാക്ടർ. അതായത്
ഫ്യൂച്ചറിൽ കിട്ടുന്ന ക്യാഷാണ്. മേ ബി ഒരു 5 വർഷത്തിന് ശേഷം നമുക്ക് കിട്ടുന്ന ക്യാഷാണ്, 10 വർഷത്തിന് ശേഷം കിട്ടുന്ന ഇൻഫ്ലോ ആണ്. ആ കിട്ടുന്ന വാല്യൂവിനെ ഇന്നത്തെ റേറ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഫ്യൂച്ചറിൽ കിട്ടുന്ന ആ ഒരു ക്യാഷ് ഇൻഫ്ലോയെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും നമ്മളിവിടെ കമ്പ്യൂട്ടേഷൻ നടത്തുന്നത്. എന്തുകൊണ്ട് അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്? ബിക്കോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇന്നത്തെ 100 രൂപയ്ക്ക് നാളത്തെ 100 രൂപയേക്കാൾ വാല്യൂ ഉണ്ട്. അതായത് നമുക്ക് 5 വർഷം കഴിഞ്ഞിട്ട് കിട്ടിയ 100 രൂപയെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇന്നത്തെ വാല്യൂയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അത് 50 രൂപയുടെ വാല്യൂ ഉണ്ടാവുള്ളൂ. ബിക്കോസ് അത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 5 വർഷം കഴിഞ്ഞിട്ടാണ്. ഇത്തരത്തിൽ ഫ്യൂച്ചറിൽ കിട്ടുന്ന എമൗണ്ടിനെ ഇന്നത്തെ എമൗണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആക്ച്വലി അതിൻ്റെ ഏതാണ് ബെറ്റർ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഇതിനെയാണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദി ഡിസ്കൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ക്യാഷ് ഫ്ലോ ഔട്ട്ഫ്ലോസ് ആർ ദെൻ കമ്പയർഡ്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ? ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോയും ഓരോ പ്രോജക്റ്റിലും എത്രയാണെന്ന് ആദ്യം നോക്കുന്നു. രണ്ടാമതായിട്ട് ഈ ക്യാഷ് ഔട്ട്ഫ്ലോയെ പ്രസന്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഔട്ട്ഫ്ലോസ് ആൻഡ് ക്യാഷ് ഇൻഫ്ലോസ്, അതിനെ പ്രസന്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. പ്രസന്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം അവയെ പരസ്പരം കമ്പയർ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ കമ്പയർ ചെയ്തിട്ട് ഏതിനാണോ ബെറ്റർ ക്യാഷ് ഇൻഫ്ലോ ഉള്ളത് അതായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. ദിസ് ടെക്നിക് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ഇൻട്രസ്റ്റ് ഫാക്ടർ ആൻഡ് റിട്ടേൺ ആഫ്റ്റർ പേ ബാക്ക് പീരീഡ്. ഇതിനകത്ത് ആക്ച്വലി ഇൻട്രസ്റ്റ് ഫാക്ടർ നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ടിങ് ഫാക്ടർ തന്നെയാണ്. അതായത് ടൈം വാല്യൂ ഓഫ് മണി നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം പേ ബാക്ക് പീരീഡിന് ശേഷം കിട്ടുന്ന റിട്ടേൺ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ആ ഒരു എൻറ്റയർ ലൈഫിൽ അങ്ങനെയല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കി, ഇറ്റ് കാൽക്കുലേറ്റ്സ് ദി ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ത്രൂ ദി ലൈഫ് ഓഫ് ദി അസറ്റ്. ലൈഫ് ഓഫ് ദി അസറ്റിൻ്റെ 10 വർഷമാണ് ലൈഫെങ്കിൽ ആ 10 വർഷത്തിനിടയിൽ എത്രമാത്രം ക്യാഷ് ഇൻഫ്ലോ വരും, എത്രമാത്രം ക്യാഷ് ഔട്ട്ഫ്ലോ വരും, ഇത് മൊത്തമായിട്ട് എടുത്തിട്ടാണ് അതിനെ പ്രസന്റ് വാല്യൂയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ എൻ്റെ ലൈഫ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ദെൻ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ഈസ് നത്തിങ് ബട്ട് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ആക്ച്വലി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് തന്നെയാണ്. ദി റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് ആൻ ഓർഗനൈസേഷൻ ഷുഡ് ഹാവ് ഏൺഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇഫ് നോട്ട് ഇൻവെസ്റ്റഡ് ഇൻ ദി കറന്റ് പ്രോജക്റ്റ്. അതായത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പറയുന്ന കറണ്ട് പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ കമ്പനിക്ക് കിട്ടാവുന്ന റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ്, അതാണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ആയിട്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അതായത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോസ്റ്റ് ഫോർ ദി നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ദാറ്റ് വി ഹാവ് ഫോർഗോൺ. നമ്മൾ വേണ്ട എന്ന് വെച്ചാൽ രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റിയുടെ കോസ്റ്റ്, അതിൽ നിന്ന് കിട്ടാവുന്ന ബെനിഫിറ്റ്. ലൈക്ക് നമ്മളിപ്പോൾ പ്രോജക്റ്റ് എയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പ്രോജക്റ്റ് ബിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാമായിരുന്നു, അതിൽ നിന്ന് നമുക്ക് റിട്ടേൺ കിട്ടിയേനെ, അല്ലെങ്കിൽ ബാങ്കിൽ കൊണ്ടുപോയി അത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയേനെ. ആ റേറ്റ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ് നമ്മൾ ചെയ്യുന്നത് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ച്വലി നമ്മൾ ബാങ്കിൽ നടത്തിയിരുന്നെങ്കിൽ നമുക്ക് എത്രമാത്രം റിട്ടേൺ കിട്ടിയേനെ എന്നുള്ളത് കമ്പയർ ചെയ്യുന്നു. ലൈക്വൈസ് നമ്മൾ അതിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് എടുക്കുന്നത് ആക്ച്വലി. In other words, it is the rate of return that an organization is willing to lose in an expectation to earn more by investing in a project. ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വേണ്ട എന്ന് വയ്ക്കുന്ന റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ഓർ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതർ നെയിംസ് ആർ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ. രണ്ടും ഒരേ കൺസെപ്റ്റ് ആണ്, രണ്ടും പാരലലി യൂസ് ചെയ്യാറുണ്ട്. ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ എന്ന് പറയും, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയും. ഇത് രണ്ടും പാരലൽ യൂസ് ചെയ്യാറുണ്ട്. എക്കണോമിക്സിലെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൺസെപ്റ്റും നമ്മളുടെ ഫിനാൻസിലെ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോയും ഏതാണ്ട് സിമിലർ കൺസെപ്റ്റാണ്. എൻറ്റയർലി സെയിം ആണെന്ന് ഞാൻ പറയില്ല, ഏതാണ്ട് സിമിലർ കൺസെപ്റ്റാണ്. ഓക്കെ, സോ ലെറ്റ് മീ ടെൽ യു വാട്ട് ഈസ് ടൈം വാല്യൂ ഓഫ് മണി. ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ദി സം ഓഫ് മണി ദാറ്റ് ഈസ് വർത്ത് മോർ നൗ ദാൻ ദി സെയിം സം ഓഫ് മണി ഇൻ ഫ്യൂച്ചർ. ഇന്ന് കിട്ടുന്ന കറൻസിക്ക് നാളെ കിട്ടുന്ന കറൻസിയേക്കാൾ മൂല്യം കൂടുതലാണ്. ഇതാണ് ടൈം വാല്യൂ ഓഫ് മണി ദാറ്റ് വി നോ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, ദിസ് ഈസ് ബിക്കോസ് മണി ക്യാൻ ഗ്രോ ത്രൂ ഇൻവെസ്റ്റിംഗ്. ദി ഇൻവെസ്റ്റ്മെൻറ്റ് ഡിലേഡ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ലോസ്റ്റ്. ഇതാണ് ബേസിക് കൺസെപ്റ്റ്. കറൻസി നമുക്ക് ഇൻവെസ്റ്റിങ്ങിലൂടെ ഗ്രോ ചെയ്യും, റൈറ്റ്? ഇന്നത്തെ കറൻസി നമ്മൾ ഇന്ന് 100 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ ആ 100 രൂപയുടെ വാല്യൂ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് അത് ഇൻവെസ്റ്റ് ചെയ്യാതിരുന്നുകൊണ്ടാണ് നമുക്ക് കിട്ടുന്ന ഒരു ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി വരുന്നത്, റൈറ്റ്? അതുകൊണ്ട് നമ്മൾ കറൻസിയെ ഇൻവെസ്റ്റ് ചെയ്യുമെങ്കിൽ, ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുമെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ
ആ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്ന റിട്ടേണും കൂടി ആഡ് ചെയ്ത വാല്യൂ ആണ്. ഓക്കെ, സോ ആ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അന്നത്തെ 1000 റുപ്പീസിന് ഇന്നത്തെ 1000 റുപ്പീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വാല്യൂ കുറവായിരിക്കും. ഈ ഒരു ഫാക്റ്റാണ് ടൈം വാല്യൂ ഓഫ് മണി നമ്മളോട് പറയുന്നത്. ദിസ് ഈസ് ബിക്കോസ് മണി ക്യാൻ ഗ്രോ ഓൺലി ത്രൂ ഇൻവെസ്റ്റിംഗ്. ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിലൈഡ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ലോസ്റ്റ്. നമ്മൾ വൈകിപ്പിച്ച ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഒരു ഓപ്പർച്യൂണിറ്റി ലോസ്റ്റ് ആണ്. നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ വാട്ട് ഈസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? ഈ കൺസെപ്റ്റുകളൊക്കെ ഒരു തവണ ഒന്ന് വായിച്ച് നോക്കുക. ഞാൻ എന്തായാലും പറയുന്നുണ്ടെല്ലാം, കൺഫ്യൂഷൻ വരുവാണെങ്കിൽ നിങ്ങൾ പറയണം. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഓൺ ദി ക്യാപിറ്റൽ ദാറ്റ് ഈസ് ബീയിങ് ഇൻവെസ്റ്റഡ് ഇൻ ദി പ്രോജക്റ്റ്. നമ്മളിപ്പോൾ ഒരു പ്രോജക്റ്റിലേക്ക് ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ പറയുന്ന സെയിം മണി വേണമെങ്കിൽ നമുക്ക് ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇടാമായിരുന്നു, നമ്മൾ ഇട്ടില്ല. അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രോജക്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാമായിരുന്നു, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാമായിരുന്നു. ഇവിടെയൊന്നും ചെയ്യാതെയാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ പ്രോജക്റ്റ് അല്ലാതെ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഏതാണോ അതുവഴി നമുക്ക് കിട്ടാവുന്ന റിട്ടേണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രമാത്രമാണ് നമുക്ക് ഡിഫറൻസ് വന്നിരിക്കുന്നത്? അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Okay, so the rate of return that an organization could have earned if not invested in the current project, this is called opportunity cost of capital. You got it? Rate of return that an organization could have earned if not invested in the current project. ഈ പറയുന്ന പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന കറൻസിക്ക് എത്രമാത്രം റേറ്റ് ഓഫ് റിട്ടേൺ കമ്പനിക്ക് കിട്ടുമായിരുന്നു? അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇൻ അതർ വേർഡ്സ്, is the rate of return that an organization is willing to lose in an expectation to earn more by investing in the project. ഈ ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി നമ്മൾ വേണ്ട എന്ന് വയ്ക്കുന്ന ആ ഒരു റിട്ടേൺ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കിട്ടുന്നതാണ്. ആ പറഞ്ഞ റിട്ടേണേക്കാൾ കൂടുതൽ എമൗണ്ട് കിട്ടുന്നതാണ്. ബിക്കോസ് ആ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അതർവൈസ് നമുക്കിത് ബാങ്കിൽ കൊണ്ടിട്ടാൽ പോരെ. അങ്ങനെ ചിന്തിക്കുക. സോ സെക്കൻഡ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ് ഈ പ്രോജക്റ്റിൽ ഉണ്ടെങ്കിലാണ് നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ലെറ്റ്സ് സേ ഇഫ് an organization earns 10% interest per annum on its capital by putting it money in bank instead of investing in the project, then the opportunity cost of the capital is 10% of its capital, right? അതായത് ഒരു കറൻസി, ഒരു ഓർഗനൈസേഷൻ അവരുടെ കറൻസി ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ബാങ്കിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് 10% റിട്ടേൺ കിട്ടുമെന്ന് വിചാരിക്കാം. 10% റിട്ടേൺ കിട്ടും. സോ ഈ 10%മാണ് കമ്പനിയെ സംബന്ധിച്ച് അവരുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. മനസ്സിലായോ? ഓക്കെ, സോ that means which is the lost opportunity, that is 10% taken into consideration for the project as a discounted rate. അതായത് ഈ 10% വെച്ചുകൊണ്ടാണ് നമ്മളൊരു ഡിസ്കൗണ്ടഡ് റേറ്റ്. ബിക്കോസ് നമ്മളെ സംബന്ധിച്ച് അവിടെ ആ 10% ബെനിഫിറ്റ് കിട്ടുമായിരുന്നു. അത് വേണ്ട എന്ന് വെച്ചിട്ടാണ് ഓർഗനൈസേഷൻ ഈ ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തത്. നമ്മളെ സംബന്ധിച്ച് ആ ഒരു പ്രോജക്റ്റിൻ്റെക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺ എത്രയാണെന്ന് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ മുമ്പിലുള്ള ഇപ്പോഴുള്ള ഓപ്പർച്യൂണിറ്റി എന്താണ് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും ആ റിട്ടേൺ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. മീൻസ് ഈ 10%-ത്തേക്കാൾ കൂടുതൽ റിട്ടേൺ നമുക്ക് കിട്ടിയാലേ നമ്മൾ ആ പ്രോജക്റ്റിനെ ആക്സെപ്റ്റ് ചെയ്യൂ. ഇതാണ് ഡിസ്കൗണ്ടഡ് റേറ്റ് എന്ന് പറയുന്നത്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്ന ഡിസ്കൗണ്ട് റേറ്റ്. ഹോപ്പ് യു ഗോട്ട് ഇറ്റ് നൗ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയണേ. കുറച്ച് ട്രിക്കി വേർഡ്സ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഡിസ്കൗണ്ടഡ് റേറ്റ് വരുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വരുന്നുണ്ട്. ആക്ച്വലി ഡിസ്കൗണ്ടഡ് കോസ്റ്റ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജസ്റ്റ് ഇമാജിൻ നമ്മുടെ മുമ്പിൽ നമ്മളിപ്പോൾ ഒരു പ്രോജക്റ്റിലേക്ക് ഒരു 10 lakh rupees ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ 10 lakh rupees പ്രോജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 5 വർഷം കഴിയുമ്പോഴാണ് നമുക്ക് റിട്ടേൺ വരിക, അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോഴാണ് വീണ്ടും റിട്ടേൺ വരിക. അങ്ങനെ ഒരു ടൈം ഡിലേ ഉണ്ട്. അതുവഴി നമുക്ക് ഫ്യൂച്ചറിൽ ഒരു എമൗണ്ട്, സഫീഷ്യൻ്റ് ആയുള്ള എമൗണ്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടും. അതേസമയം ഈ സെയിം എമൗണ്ട് ഓഫ് മണി നമ്മളുടെ മുമ്പിൽ മറ്റൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ലൈക്ക് ഇത് വേണമെങ്കിൽ നമുക്ക് ബാങ്കിൽ കൊണ്ടിടായിരുന്നു. അതുവഴി 10% റിട്ടേൺ കിട്ടിയേനെ. സോ നമ്മൾ എന്ത് ക്രോസ് ചെക്ക് ചെയ്യണം? നമ്മളുടെ മുമ്പിലുള്ള ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടി ക്രോസ് ചെക്ക് ചെയ്യണം. സോ എന്തുകൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5 വർഷം കഴിയുമ്പോൾ ഇത്ര രൂപ കിട്ടും, 10 വർഷം കഴിയുമ്പോൾ ഇത്ര കിട്ടും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഫിനാൻഷ്യൽ ഔട്ട്ലേ വെച്ച് കമ്പ്യൂട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന റിട്ടേൺ എത്രയാണെന്ന് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു. അതേസമയം ഈ സെയിം തുക തന്നെ
നമ്മൾ ബാങ്കിൽ കൊണ്ട് ഇടുകയോ മറ്റൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ഇടുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന റിട്ടേണുമായിട്ട് കമ്പയർ ചെയ്യുക. സോ അത്തരത്തിലൊരു കമ്പാരിസൺ നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ബാങ്ക് കൊണ്ട് ഇട്ടാൽ മതിയായിരുന്നു, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ കാശ് കിട്ടിയേനെ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ചെയ്യുമ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്, ഡിസ്കൗണ്ടിങ് ഫാക്ടർ അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ബിക്കോസ് നമ്മുടെ കറൻസിക്ക് ഇന്നത്തെ വാല്യൂവും അന്നത്തെ വാല്യൂമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഡിസിഷൻ എടുക്കുന്നത്. ഇതെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യും. ഓക്കെ, ജസ്റ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൺസെപ്റ്റ് ഒന്ന് ഓർത്തേക്കുക. കിട്ടിയോ? ഐഡിയ കിട്ടിയോ? സർ സത്യം പറഞ്ഞാൽ ഇപ്പാണ് ഐഡിയ കിട്ടിയത്. അപ്പൊ ഞാൻ വിചാരിക്കലുണ്ട് ഇത് എങ്ങനെ ഈ പെർസെന്റേജ് വെക്കുന്നത് ശരിക്കും എന്താന്നുള്ള ശരിക്കും മനസ്സിലായത്. ഓക്കെ, ക്ലിയർ ആയില്ലേ ഇപ്പോ? ഓക്കെ ഫൈൻ. ദെൻ അപ്പം ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സിലെ ആദ്യത്തെ മെത്തേഡാണ് നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ്. സോ വാട്ട് ഈസ് നെറ്റ് പ്രസന്റ് വാല്യൂ? ലെറ്റ് മി ടെൽ യു. This is one of the widely used methods for evaluating capital investment proposal. One of the major method എന്ന് പറയാം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ് നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ്. ഇൻ ദിസ് ടെക്നിക് ദി ക്യാഷ് ഇൻഫ്ലോ ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് അറ്റ് ഡിഫറെൻറ്റ് പീരിയഡ്സ് ഓഫ് ടൈം ഈസ് ഡിസ്കൗണ്ടഡ് അറ്റ് എ പർട്ടിക്കുലർ റേറ്റ്. അതായത് നമുക്ക് പല ടൈമിൽ കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോ എത്രയാണെന്ന് നോക്കുന്നു. ലൈക്ക് ഇപ്പോൾ ഒരു പ്രോജക്റ്റ് എയിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ വർഷം കിട്ടുന്നത് 4,000, രണ്ടാമത്തെ വർഷം കിട്ടുന്നത് 2,000, മൂന്നാമത്തെ വർഷം 4,000. ഇങ്ങനെ നമുക്ക് ഓരോ വർഷവും ക്യാഷ് ഇൻഫ്ലോ കിട്ടിക്കൊണ്ടേയിരിക്കും. ഈ ക്യാഷ് ഇൻഫ്ലോയെ കറണ്ട് റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് 2 വർഷം കഴിഞ്ഞ് കിട്ടുന്ന 2,000 ഇന്നത്തെ 2,000 വാല്യൂ തന്നെയാണോ? അല്ല, ഇന്നത്തെ 2,000 കുറഞ്ഞ വാല്യൂവേ ഉണ്ടാവും. 3 വർഷം കഴിഞ്ഞ് കിട്ടുന്ന 4,000 ഇന്നത്തെ 4,000 വാല്യൂ കുറവായിരിക്കും. അതുകൊണ്ട് ഈ ഓരോ വാല്യൂവിനെയും ഈ ഓരോ റിട്ടേണിനെയും നമ്മൾ ആദ്യം പ്രസൻറ്റ് വാല്യൂവിലേക്ക് ഒരു ഡിസ്കൗണ്ടിങ് ഫാക്ടർ ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്തുക, പ്രസൻറ്റ് വാല്യൂവിലേക്ക് എത്തിക്കുക. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ, ദെൻ ദി പ്രസൻറ്റ് വാല്യൂസ് ഓഫ് ഈച്ച് ക്യാഷ് ഫ്ലോ ആർ കമ്പയർഡ് ടു ദി ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അതിനുശേഷം നമ്മൾ ഈ കണ്ടുപിടിച്ചിരിക്കുന്ന ക്യാഷ് ഫ്ലോ എ എന്ന് പറയുന്നതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ ഇങ്ങനെയാണ് ക്യാഷ് ഫ്ലോ. അതിനെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ടോട്ടൽ ഓഫ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ നമുക്ക് കിട്ടും. പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ, ഫ്യൂച്ചറിൽ കിട്ടുന്ന ഈ 2 വർഷം കഴിഞ്ഞ് കിട്ടുന്ന 2,000, 3 വർഷം കഴിഞ്ഞ് കിട്ടുന്ന 4,000, ഇങ്ങനെ ഓരോന്നിൻ്റെയും ഫ്യൂച്ചർ വാല്യൂസിനെ നമ്മൾ ഇന്നത്തെ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ടോട്ടൽ എത്രയാണെന്നുള്ളത് നമുക്ക് കിട്ടി. ടോട്ടൽ എക്സാമ്പിൾ പറയാം, ടോട്ടലായിട്ട് നമുക്ക് കിട്ടിയത് ഒരു 5,320 ആണെന്ന് വിചാരിക്കാം പ്രോജക്റ്റ് എയിലെ. അതേപോലെ തന്നെ പ്രോജക്റ്റ് ബി എടുത്തു. പ്രോജക്റ്റ് ബിയിൽ ആദ്യത്തെ വർഷത്തെ നമുക്ക് കിട്ടുന്ന ക്യാഷ് ഫ്ലോ 3,000 ആണ്. രണ്ടാമത്തെ വർഷത്തിൽ നമുക്ക് 2,000 കിട്ടും. മൂന്നാമത്തെ വർഷത്തിൽ നമുക്ക് 4,000 കിട്ടും. അങ്ങനെ നമ്മൾ ഓരോന്നും എഴുതി. അതിനുശേഷം ഈ പറഞ്ഞിരിക്കുന്ന ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിനെ മൊത്തം ഇന്നത്തെ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇന്നത്തെ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഡിസ്കൗണ്ടിങ് ഫാക്ടർ ഉപയോഗിക്കുന്നത്. ഇന്നത്തെ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് ഏകദേശം ഒരു 3,420 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇമാജിൻ. അതിനുശേഷം നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് അതിനെ കമ്പയർ ചെയ്യുക. ആദ്യത്തെ പ്രോജക്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 5,000 ആണ്. ആദ്യത്തെ പ്രോജക്റ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് 5,000 ആണ്. രണ്ടാമത്തെ പ്രോജക്റ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 4,000 ആണ്. ഓക്കെ, രണ്ടും നമ്മൾ നോക്കി. ആദ്യത്തെ പ്രോജക്റ്റ് 5,000 ഇൻവെസ്റ്റ് ചെയ്തു. നമുക്ക് കിട്ടിയിരിക്കുന്ന ടോട്ടൽ വാല്യൂ ഓഫ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് 5,320 ആണ്. അതായത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ കൂടുതൽ വാല്യൂ കിട്ടുന്നുണ്ട്. സോ വി ക്യാൻ അക്സെപ്റ്റ് ഇറ്റ്. അതേസമയം രണ്ടാമത്തെ പ്രപ്പോസലിൽ 4,000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ റിട്ടേൺ എന്ന് പറയുന്നത് പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ റിട്ടേൺ എന്ന് പറയുന്നത് 3,420 മാത്രമേ ഉള്ളൂ. സോ ഇത് നെഗറ്റീവ് റിട്ടേൺ ആണ്. അതിനെ നമ്മൾ റിജക്റ്റ് ചെയ്യുക. ഇതാണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞു, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ആണോ? അല്ലേ? ഓക്കെ ഫൈൻ. സി, ഞാനതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇഫ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദം, ആ രണ്ട് വാല്യൂസിനെയും പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിച്ചു, ദെൻ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് കമ്പയർ ചെയ്തു. പ്രസൻറ്റ് വാല്യൂ ആദ്യത്തെ കേസിൽ നമ്മളെടുത്തത് 5,320 ആണെന്ന് വിചാരിക്കാം. രണ്ടാമത്തെ അതിൻ്റെ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 5,000 ആയിരുന്നു.
ഇതുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ 5320 മൈനസ് 5000 ചെയ്തപ്പോൾ എന്ത് കിട്ടി? നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു ഫിഗർ കിട്ടി. 320 എന്ന് കിട്ടി. പോസിറ്റീവ് 320. പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാം. ഇഫ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദം ഈസ് പോസിറ്റീവ് ദെൻ വി അക്സെപ്റ്റ്, അതർവൈസ് വി റിജക്റ്റ് ഇറ്റ്. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്തായിരുന്നു? നമ്മൾ 4000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷെ നമുക്ക് കിട്ടിയ റിട്ടേൺ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് വാല്യൂ എത്രയായിരുന്നു? പ്രസൻറ്റ് വാല്യൂ 3200 ആൻഡ് സംതിങ് ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് 4000 ആണ്. സോ പ്രസൻറ്റ് വാല്യൂവിൽ നിന്ന് ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും. -760 നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ഇത്രേ ഉള്ളൂ. So this method considers the time value of money and is consistent with the objective of maximizing profit for the owner. ഇവിടെ നമ്മൾ വാല്യൂ ആണ് എടുക്കുന്നത്, വെൽത്ത് ആണ് എടുക്കുന്നത്. അതുകൊണ്ട് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ടൈം വാല്യൂ ഓഫ് മണിയും നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒറിജിനൽ റിട്ടേൺസ് ആണ് എടുത്തത്. നമ്മളിവിടെ പ്രോഫിറ്റിനെ പറ്റി അല്ല ചിന്തിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞതിനകത്ത് പ്രോഫിറ്റ് നിരക്ക് കയറി ഒന്നുകൂടി കറക്റ്റ് ചെയ്യുന്നു, ശ്രദ്ധിക്കുക. അതായത് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് പ്രോഫിറ്റ് അല്ല, ബുക്കിലുള്ള പ്രോഫിറ്റ് അല്ല കൺസിഡർ ചെയ്യുന്നത്. നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ എത്രമാത്രം റിട്ടേൺ കിട്ടുന്നുണ്ട് എന്നാണ് നോക്കുന്നത്. ആ റിട്ടേണിനെ, ക്യാഷ് ഇൻഫ്ലോയെ പ്രസൻറ്റ് വാല്യൂവിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു. സോ ടോട്ടൽ അസറ്റിൻ്റെ പ്രസൻറ്റ് വാല്യൂ ആണ് നമ്മൾ എടുത്തത്, അല്ലാതെ പ്രോഫിറ്റ് അല്ല. അതുകൊണ്ട് നമ്മളുടെ വെൽത്ത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റുമായിട്ട് ഇത് മാച്ച് ചെയ്യും. ഓക്കെ, വെൽത്ത് മാക്സിമൈസേഷനുമായിട്ട് ഇത് മാച്ച് ചെയ്യും. കിട്ടിയോ? ഇവിടെ എഴുതിയിരിക്കുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്നാണ്. മസ്റ്റ് റിമെമ്പർ, വെൽത്ത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവുമായിട്ടാണ് ഇത് മാച്ച് ചെയ്യുന്നത്. അതൊരു ചെറിയ എറർ വന്നതാണ്. ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ ഈസ് ഇറെലവൻറ്റ്. നമുക്ക് ആ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ട കാര്യം വരില്ല. ഇതാണ് ഇക്വേഷൻ ഓർത്തേക്കാം. NPV കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സിഗ്മ A1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് K ഓൾ റേസ് ടു T മൈനസ് C. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. വേർ T എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും, ഒരു കോൺസ്റ്റൻ്റ് ആണ്. ദെൻ യു ക്യാൻ സി A1 A2 എല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാഷ് ഇൻഫ്ലോസ് ആണ്. ഓരോ വർഷവും നമുക്ക് കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോ ആണ് A1 A2 എന്നുള്ളത് കാണിക്കുന്നത്. K എന്ന് പറയുന്നത് ഫേമിൻ്റെ ടോട്ടൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്, എത്രമാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ദെൻ C എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ, എത്രയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ എന്നുള്ളത് അത് സിയുടെ ഭാഗമായിട്ട് വരും. പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു ഫാക്ടറായിട്ടാണ് K യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം യൂസ് ചെയ്തിട്ട് വാല്യൂ ഓഫ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ നമുക്കിവിടെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇക്വേഷൻ ഈസ് നോട്ട് റെലവൻറ്റ്. എന്തായാലും കൺസെപ്റ്റ് ഓർത്തേക്കാം. സോ ഇതൊന്നും ഓർത്തേക്കണം. നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ആക്ച്വലി ചെയ്യുന്നത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ബെനിഫിറ്റ് മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് കോസ്റ്റ്. ഇത് വെച്ചിട്ടാണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഓക്കെ ആണോ അല്ലയോ നമ്മൾ പറയുന്നത്. നെറ്റ് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള സിമ്പിൾ ഇക്വേഷൻ പറയുകയാണെങ്കിൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ബെനിഫിറ്റ് എടുക്കുക മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് കോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂയിലേക്ക് നമുക്ക് എത്താം. സോ അഡ്വാൻറ്റേജസ്, മുമ്പ് നമ്മൾ പറഞ്ഞ പല ഡിസഡ്വാൻറ്റേജ് ഇവിടെ അഡ്വാൻറ്റേജ് ആണ്. ഫസ്റ്റ്, ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ടൈം വാല്യൂ ഓഫ് മണി. സെക്കൻഡ്, ഇറ്റ് യൂസസ് ഓൾ ക്യാഷ് ഇൻഫ്ലോസ്. എൻറ്റയർ ലൈഫിൽ വരുന്ന മൊത്തം ക്യാഷ് ഇൻഫ്ലോ എടുത്തിട്ടാണ് ആ ക്യാഷ് ഇൻഫ്ലോയെ നമ്മൾ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൊണ്ടുവരുന്നത്. എല്ലാ ക്യാഷ് ഇൻഫ്ലോയും നമ്മളിവിടെ ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്. മൂന്നാമതായിട്ട്, ഇറ്റ് ഈസ് പെർട്ടിക്കുലർലി യൂസ്ഫുൾ ഫോർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്ട്സ്. ഒരെണ്ണം എടുത്തിട്ട് മറ്റൊന്ന് ഒഴിവാക്കാനാണെങ്കിൽ അത്തരത്തിലുള്ള പ്രൊജക്റ്റുകളിൽ നമുക്കിത് യൂസ് ചെയ്യാം. ബിക്കോസ് പ്രൊജക്റ്റ് എ കൂടുതൽ അഡ്വാൻറ്റേജ് ആണെങ്കിൽ പ്രൊജക്റ്റ് എ നമ്മൾ എടുക്കും, പ്രൊജക്റ്റ് ബി അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അത് നമ്മൾ റിജക്റ്റ് ചെയ്യും. സോ അക്സെപ്റ്റ് ഓർ റിജക്റ്റ് ആ റൂളുമായി ബന്ധപ്പെട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. അടുത്തതായി, ഇറ്റ് ഈസ് കൺസിസ്റ്റൻറ്റ് വിത്ത് ദി ഒബ്ജക്റ്റീവ് ഓഫ് മാക്സിമൈസിങ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. സി, നേരത്തെ പ്രോഫിറ്റ് എന്ന് എഴുതുന്ന ഒരു മിസ്റ്റേക്കാണ്. ഷെയർ ഹോൾഡേഴ്സ് വെൽത്തുമായി ബന്ധപ്പെട്ട വെൽത്ത് മാക്സിമൈസേഷൻ കൺസെപ്റ്റുമായി ഇത് മാച്ചാണ്. ആൻഡ് ഫൈനലി, ഇറ്റ് ടേക്സ് ഇൻ ടു കൺസിഡറേഷൻ ദി ചേഞ്ച് ഇൻ ഡിസ്കൗണ്ട് റേറ്റ്. ബിക്കോസ് ഓരോ വർഷവും 2 വർഷം കഴിഞ്ഞുള്ള റേറ്റ് അല്ല 3 വർഷം കഴിഞ്ഞിട്ട്, അങ്ങനെ ഓരോ വർഷവും മാറി മാറി വരുന്ന ഡിസ്കൗണ്ട് റേറ്റ് നമ്മൾ കൃത്യമായിട്ട് ഓരോ വാല്യൂവിനെയും പ്രസൻറ്റ് വാല്യൂയിലേക്ക് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, 5th പോയിന്റ് കിട്ടിയില്ലേ? ഓക്കെ, 5th പോയിന്റിൽ ഇത്ര ഓർത്താൽ മതി. നമ്മുടെ രണ്ടാമത്തെ വർഷത്തെ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് 2000 ആണെന്ന് വിചാരിക്കുക. ഈ 2000-ന് രണ്ടാമത്തെ 2 വർഷം കഴിയുമ്പോഴുള്ള ഡിസ്കൗണ്ടിങ് ഫാക്ടർ എന്ന് പറയുന്നത് മേ ബി ഒരു 102 ആണെന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ. അതേസമയം 3 വർഷം കഴിയുമ്പോൾ നമ്മുടെ ക്യാഷ് ഇൻഫ്ലോ 2000 ആണ്. അവിടെയും ഡിസ്കൗണ്ടിങ് ഫാക്ടർ സെയിം അല്ല. ഡിസ്കൗണ്ടിങ് ഫാക്ടർ ഓരോ വർഷം കഴിയുമ്പോഴും മാറും.
103 ആണെങ്കിൽ 103 അത് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മൾ അതിനെ ഡിസ്കൗണ്ട് ചെയ്യുന്നത്. അതാണ് പറഞ്ഞത്, ഇറ്റ് ടേക്സ് ഇൻ ടു കൺസിഡറേഷൻ ദി ചേഞ്ച് ഇൻ ഡിസ്കൗണ്ട് റേറ്റ്. ഓരോ തവണയും ചേഞ്ച് ചെയ്യുന്ന ആ ഡിസ്കൗണ്ട് റേറ്റ് കൃത്യമായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് വെൻ കമ്പയർഡ് വിത്ത് പേ ബാക്ക് പീരീഡ് ആൻഡ് അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ. അങ്ങനെയുള്ള ബേസിക് മെത്തേഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ ഡിഫിക്കൽട്ടാണ്. എന്തുകൊണ്ടാണ്? ടൈം വാല്യൂ ഓഫ് മണി വരുന്നത് കൊണ്ട് തന്നെ കാൽക്കുലേഷൻ ഡിഫിക്കൽട്ടാണ്. ഇറ്റ് മേ നോട്ട് ഗീവ് ഗുഡ് റിസൾട്ട്സ് വൈൽ കമ്പയറിംഗ് പ്രോജക്ട്സ് വിത്ത് അൺഈക്വൽ ലൈഫ് പീരീഡ്. ബിക്കോസ് ഒരെണ്ണത്തിൻ്റെ ലൈഫ് പീരീഡ് 10 ഇയറും ഒരെണ്ണത്തിൻ്റെ ലൈഫ് പീരീഡ് എന്ന് പറയുന്നത് 15 ഇയേഴ്സും ആണെങ്കിൽ അത് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് വിച്ച് ഈസ് ബെറ്റർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഡിഫിക്കൽറ്റി നമുക്ക് ഉണ്ടാകാം. അതും അതിൻ്റെ ലിമിറ്റേഷനാണ്. It may not give good result while comparing projects with unequal life period, as the project having higher net present value but realized over longer period of span may not be desirable as the project having lesser net present value and achieved in shorter span of time. അതായത് ഇപ്പോൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂ കുറവാണ്, പക്ഷേ നമുക്കത് 5 വർഷം കൊണ്ട് അതിൻ്റെ റിട്ടേൺ മൊത്തമായിട്ട് കിട്ടും. അതേസമയം നെറ്റ് പ്രസൻറ്റ് വാല്യൂ കുറച്ച് കൂടുതലാണ്, പക്ഷേ റിട്ടേൺ കിട്ടുന്നത് 15 വർഷം കൊണ്ടാണ്, വിച്ച് ഇസ് ബെറ്റർ. 5 വർഷം കൊണ്ട് റിട്ടേൺ കിട്ടുന്നതാണ് നമുക്ക് നല്ലത്. അത്തരത്തിലുള്ള കമ്പാരിസൺ വരുമ്പോൾ ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇറ്റ് മേ നോട്ട് ഗിവ് ഗുഡ് റിസൾട്ട്സ് വൈൽ കമ്പയറിംഗ് പ്രോജക്ട്സ് വിത്ത് അൺഈക്വൽ ഇൻവെസ്റ്റ്മെൻറ്റ്. 2 ഇൻവെസ്റ്റ്മെൻറ്റ് ഡിഫറൻ്റ് ആണെങ്കിൽ അതിൽ നിന്നുമുള്ള റിട്ടേൺ കമ്പയർ ചെയ്യുമ്പോഴും നമുക്കിവിടെ കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടില്ല. ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ഡിറ്റർമിൻ ആൻ അപ്രോപ്രിയേറ്റ് ഡിസ്കൗണ്ട് റേറ്റ്. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് റേറ്റ് കണ്ടെത്തുക എന്ന് പറയുന്നതും നമ്മളെ സംബന്ധിച്ച് ഡിഫിക്കൽട്ടാണ്. സോ നമ്മൾ ഇന്ന് ഈ 3 മെത്തേഡിൽ നിർത്തുന്നു. നമുക്കിനി 3 മെത്തേഡ് കൂടി, ഐ തിങ്ക് 2 മെത്തേഡുകൾ കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇന്ന് നിങ്ങൾ ഈ പറഞ്ഞ 3 മെത്തേഡുകൾ കൃത്യമായിട്ട് നോക്കുക. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്ത ഏരിയാസ് എല്ലാം ഒന്ന് കവർ ചെയ്യുക. സോ നെക്സ്റ്റ് ഡേ, നാളെ ഇതുമായി ബന്ധപ്പെട്ട ഒരു MCQ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതും കൂടി ചെയ്ത് കഴിയുമ്പോൾ ഈ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആയിരിക്കും. ഓക്കെ, ഇസ് ദാറ്റ് ഫൈൻ? Okay, sir. Okay. So Okay, sir. that's Thank it. you. That's it. Thank you everyone. Bye. Thank you.